താങ്ക് യു അനുരാജ്. ഇവിടെ എത്തിച്ചേരാൻ പറ്റിയാലും നിങ്ങളുടെ ആശയം കേട്ടപ്പോൾ അതിൽ പാർട്ടാവാൻ പറ്റിയാലും ആക്ച്വലി നമുക്ക് ലൈക്ക് വി ആർ താങ്ക്ഫുൾ ടു യു for inviting us. So it's a great opportunity for us also to actually talk about design to the public, and actually it's kind of a field that people don't know. അധികം ഞാനും 12ാം ക്ലാസ് കഴിഞ്ഞിട്ടാണ് ഞാനും ഡിസൈനെ കുറിച്ച് കേട്ടത്. അത് കാരണം തന്നെ ഇങ്ങനത്തെ ഒരു സെഷൻ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഇതിനെ ഐ വുഡ് ഹാവ് ബീൻ ബെറ്റർ പ്രിപ്പയർഡ് ഫോർ എൻ ഐ ഡി. അത് കാരണം ഇങ്ങനത്തെ ഒരു സെഷൻ കണ്ടക്ട് ചെയ്യണതിൽ ലൈക്ക് താങ്ക് യു ഫ്രം ഓൾ ഓഫ് us. സോ ഈ ഒരു സെഷൻ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ബേസിക്കലി എന്താ സംഭവം, നമ്മൾ ഡിസൈനെ കുറിച്ച് ബേസിക്കലി നമ്മൾ പറയാൻ പോവാണ് എന്തൊക്കെയാണ് ഡിസൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡിസൈൻ ഫീൽഡിൽ എന്തൊക്കെയാണ് ഓപ്പർച്യൂണിറ്റീസ്, ആൾക്കാർ എന്തൊക്കെയാണ് വിചാരിക്കുന്നത് ഡിസൈൻ എന്താണെന്നും. ഇപ്പോ എന്താ വെച്ച് കഴിഞ്ഞാൽ പല സ്റ്റിഗ്മാസ് അതെ സോഷ്യലി ലൈക്ക് തിങ്കിങ് വാട്ട് ഈസ് ഡിസൈൻ ഓർ മേ നോട്ട് ഹാവ് മച്ച് ക്ലാരിറ്റി ഓൺ വാട്ട് ഈസ് ഡിസൈൻ. അപ്പോ അതൊക്കെ ക്ലിയർ ചെയ്യാനായിട്ടാണ് ഈ ഒരു സെഷൻ. ഐ ഹോപ്പ് ഈ ഒരു സെഷൻ കഴിയുമ്പോൾ വി വുഡ് ബി ഏബിൾ ടു ഗിവ് അവേ fair enough idea of what design is and what are the opportunities that you would get taking this as a career option. So let's start. So again, I'm Mithun Krishna Kumar. I'm an experienced designer at Bangalore. ഞാൻ ഒരു ഇൻഡസ്ട്രിയൽ ഡിസൈൻ ഗ്രാജുവേറ്റ് ആണ് ഫ്രം NID ആന്ധ്രാപ്രദേശ്. സോ ഫോർ മീ ഡിസൈൻ എന്ന് പറഞ്ഞ് ഞാൻ ആസ് ഐ ടോൾഡ് ഒരു 12ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എഞ്ചിനീയറിംഗിന് വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്യുമായിരുന്നു. അപ്പോഴാണ് യുനോ എനിക്ക് വരയ്ക്കാൻ താല്പര്യമുണ്ടായിരുന്നു, എയർക്രാഫ്റ്റ്സ് വരയ്ക്കാൻ താല്പര്യമുണ്ടായിരുന്നു. ആ താല്പര്യം കണ്ട് എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ട് എൻ്റെ പാരൻസിൻ്റെ സജസ്റ്റ് ചെയ്തത് വൈ നോട്ട് ലുക്ക് ഇൻ ടു ദ ഡിസൈൻ ഫീൽഡ്, ബിക്കോസ് he is showing interest in this, he is showing good skills at this, so why not look into that. Appo as a family നമ്മളും ഡിസൈൻ ഫീൽഡ് എന്താ ഫാഷൻ ഡിസൈൻ ആണ്. അപ്പൊ അവർ പറഞ്ഞു അദ്ദേഹം ഈ ഒരു ഫീൽഡിലുള്ള കാരണം അങ്ങേർക്ക് കൂടുതൽ റിച്ച് ഇൻപുട്ട് തരാൻ പറ്റി, നമുക്ക് നമ്മളെ ഗൈഡ് ചെയ്യാൻ പറ്റി എന്ത് ചെയ്യണം ഫോർവേഡ്. അപ്പോ അതിനെക്കുറിച്ച് പിന്നെ വായിച്ചു തുടങ്ങിയപ്പോഴാണ് എനിക്കും മനസ്സിലായത് ഇതൊരു ഭീകര ഓപ്പർച്യൂണിറ്റി ഉള്ളൊരു സംഭവമാണ്. ലോകത്ത് ഇത് 60-70 വർഷം മുമ്പേ ഇതാക്കിയ ഒരു സംഭവമാണ്. സോ നമുക്ക് അതിലേക്ക് പോവാം. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഈസ് ഡിസൈൻ. ഓക്കെ, ആൻഡ് ഐ ട്രൈ ടു കവർ ദ ഹോൾ ആസ്പെക്ട്സ് ഓഫ് ഡിസൈൻ ബേസിക്കലി ത്രൂ എക്സാമ്പിൾസ് ദാറ്റ് യു ക്യാൻ സീ ഇൻ എ ഡേ ടു ഡേ ബേസിസ്. ഇപ്പോൾ നിങ്ങൾ ഒരു ഡെസ്ക്ടോപ്പിന്റെ ഫ്രണ്ടിൽ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാണാൻ പറ്റുമോ അത് വെച്ച് ഞാൻ പറയാൻ നോക്കാം. ലെറ്റ്സ് സീ ഹൗ ദാറ്റ് ക്യാൻ ഗോ ഫോർവേഡ്. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കാം. സോ ദ ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഈസ് ഡിസൈൻ, ആൻഡ് ലെറ്റ്സ് ടേക്ക് എൻ എക്സാമ്പിൾ ഓഫ് എ ബോൾ പോയിന്റ് പെൻ. ഇപ്പൊ ഒരു ബോൾ പോയിന്റ് പെൻ എടുക്കുവാണെങ്കിൽ തന്നെ അതിനെ നമുക്ക് ബേസിക്കലി 2 മേജർ ആസ്പെക്ട് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒന്ന് അതിന്റെ ബോഡിയും ഒന്ന് അതിന്റെ റീഫിലും. സോ ലെറ്റ് സ്പ്ലിറ്റ് ദിസ് ഇൻ ടു ദിസ്. ഈ റീഫില് നമുക്ക് എഞ്ചിനീയറിംഗ് ആയിട്ട് കണക്ക് കൂട്ടാം. അതായത് ഇതിന് വേണ്ട ഡയമീറ്റർ, ഇതിന് വേണ്ട ഫ്ലൂയിഡ് വിസ്കോസിറ്റി, ഇതിന്റെ നിബിലുള്ള ടെക്നോളജി, ഇതെല്ലാം ഈ രീതിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഗ്രാവിറ്റി ഉപയോഗിച്ച് ഒരു ബോൾ പോയിന്റ് പെൻ വർക്ക് ആവുള്ളൂ. അതാണ് ആ എഞ്ചിനീയറിംഗിന്റെ മേജർ ആസ്പെക്ട്. ഇപ്പോൾ പലപ്പോഴും നമ്മൾ എക്സാംസിലൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് 10ാം ക്ലാസ്സിലെ എക്സാംസിലും 9ാം ക്ലാസ്സിലെ എക്സാംസിലൊക്കെ ഞാൻ റീഫിൽ മാത്രം ഉപയോഗിച്ച് എഴുതിയിരുന്നത്. അത് എഴുതാൻ പറ്റും, പക്ഷെ അത് എളുപ്പമല്ല. അവിടെയാണ് നമ്മൾ ഈ ഡിഫറൻസ് വരുന്നത്. അതായത് ഇമാജിൻ ഈ ഒരു റീഫിൽ മാത്രം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ നമ്മൾ ഈ ബോഡിക്കകത്ത് ഇട്ടു. ഇപ്പോ നമ്മൾ അറിയാതെ പോലും ഈ പേന ഉപയോഗിക്കാൻ വളരെ എളുപ്പമായി. അത് എന്തുകൊണ്ടാണ്? അവിടെയാണ് ഡിസൈൻ എന്ന് പറയുന്ന ഒരു ഫാക്ടർ എല്ലാ പ്രൊഡക്റ്റിലും വരുന്നത്. സോ ഈവൻ ഇപ്പൊ ഈ പേന, പഴയ റെനോൾഡ്സ് പേന ഓർമ്മയുണ്ടെങ്കിൽ, ഒരു വെള്ള പേന വിത്ത് ബ്ലൂ ടോപ്പ്, അതില് ഗ്രിപ്പ് ഉണ്ടായിരുന്നില്ല, അതൊരു സിമ്പിൾ പേനയായിരുന്നു. പക്ഷെ എക്സാംസ് എഴുതുമ്പോൾ കൈ സ്വെറ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് കയ്യിൽ നിന്ന് സ്ലിപ്പ് ആയിക്കൊണ്ടിരിക്കും. അത് അതിന്റെ ആദ്യത്തെ ഈ ബോൾ പോയിന്റ് പേനയുടെ ആദ്യത്തെ ഒരു ഡിസൈൻ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ആൾക്കാർ മനസ്സിലാക്കി, അതായത് ഇതിനെ എങ്ങനെ ബെറ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോ ഫാക്ടേഴ്സ് ആയിട്ട് ഒരു ബോൾ പോയിന്റ് പെന്നിൽ നമുക്ക് ഗ്രിപ്പ് കയറി,
അത് കാരണം ഇവിടെ ഒരു ചെറിയൊരു ഇംപ്രഷൻ പോലും കാണാം. ദാറ്റ് ഇസ് ഫോർ നോട്ട് മേക്കിംഗ് അവർ ഫിംഗേഴ്സ് ഗോ ഡൗൺ വൈൽ വി റൈറ്റ്, അതിനു വേണ്ടി മാത്രം. സോ ചെറിയ ചെറിയ അഡീഷൻസ് ത്രൂ എവല്യൂഷൻ നമ്മൾ ഒരു ബേസിക് ബോൾ പോയിന്റ് പെന്നിലേക്ക് കൊണ്ടുവന്നു. ഇതാണ് ഡിസൈൻ ബേസിക്കലി ഒരു സൊസൈറ്റിക്ക് തരുന്നത്. അതായത് ഡിസൈൻ ഇസ് അബൌട്ട് മേക്കിംഗ് ഇറ്റ് യൂസബിൾ. ടെക്നോളജി പല ഫോമിലും ഉണ്ടാവും, പക്ഷെ പലപ്പോഴും നമ്മൾ ഒരേ ടെക്നോളജി പല രീതിയിലും പല സ്ഥലത്തും ഉപയോഗിക്കും. അത് പക്ഷെ നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് പല രീതിയിലായിരിക്കും. എന്തുകൊണ്ട് ആ രീതി, അത് ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് അതിനെ ആ ഡിസൈൻ കൊണ്ടുവന്നത്. ബിക്കോസ് ആ ഒരു യൂസ് കേസിന് ആ ടെക്നോളജി വെച്ച് ഈ ഡിസൈൻ യൂസ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ അത് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആവുള്ളൂ. സെക്കൻഡ് തിങ്, ഇതും നിങ്ങളുടെ പലരുടെയും മുന്നിൽ ഉണ്ടാവാം. സോ നമ്മുടെ കീബോർഡ് നിങ്ങൾ നോക്കുവാണെങ്കിൽ എഫ് കീയുടെയും ജെ കീയുടെയും മേളിൽ ഒരു ചെറിയ ഇംപ്രഷൻ കാണാൻ പറ്റും. എന്തെങ്കിലും ഒരു പൊങ്ങിയിരിക്കുന്ന ഒരു ടൈപ്പ് പ്ലാസ്റ്റിക്കിൽ അവർ മോൾഡ് ചെയ്തതാണ്. അത് എന്തിനാണ് അവിടെ? ഇസ് ബേസിക്കലി ടു മേക്ക് കീബോർഡ്സ് ആക്സസിബിൾ. നമുക്ക് കണ്ടുകൊണ്ട് ടൈപ്പ് ചെയ്യാൻ പറ്റും, പക്ഷേ വിഷ്വലി ഇംപയർഡ് ആൾക്കാർക്ക് മോഷൻ മെമ്മറി ഉണ്ടാവും. അതായത് ഫിംഗേഴ്സ് കൊണ്ട് അവർക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും, പക്ഷെ അവരുടെ ഫിംഗേഴ്സ് അവിടെ വെക്കണം, എന്നാൽ മാത്രമേ അവർക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ആരുടെയും ഹെൽപ്പ് ഇല്ലാതെ വിഷ്വലി ഇംപയർഡ് ആൾക്കാർക്ക് ടൈപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ചെറിയ ഇംപ്രിന്റ് ആണ്. 2 വിരൽ ഉപയോഗിച്ച് നമ്മൾ കൈ വെച്ച് കഴിഞ്ഞാൽ 2 ഇൻഡെക്സ് ഫിംഗറും എഫിന്റെയും ജെയിന്റെയും മേളിൽ വരും. ഇത് വന്നു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും, ഓക്കെ ഇതാണ് കീബോർഡിന്റെ സൈസ്, ഇതാണ് കീബോർഡിന്റെ ഏരിയ, അവർക്ക് സുഖമായിട്ട് ടൈപ്പ് ചെയ്യാൻ പറ്റും. സോ it is the smallest addition in an existing product that can make a huge difference. That can actually include a lot of people that we didn't know who is able to use keyboard in a way. So that is what design is about, making it accessible for all the people. Then, sorry to interrupt me. Yeah. Are you sharing your screen? Yeah, I'm sharing my screen. But we can't see it. വരുന്നില്ല? Okay. Yeah, I can see it. I can see it. ആണോ? വന്നോ? Yeah. Yeah. Visible. Yeah. Okay. So കീബോർഡിന്റെ എക്സാമ്പിൾ ഇതായിരുന്നു, ആൻഡ് ഇറ്റ്സ് അബൌട്ട് മേക്കിംഗ് ഇറ്റ് ആക്സസിബിൾ. ഈ പ്രോഗ്രഷൻ കാണാൻ പറ്റുന്നില്ലേ സ്ക്രീനിൽ? ഇപ്പോ ഒരു ഓഫീസ് ചെയറിന്റെ സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടല്ലേ? സോ ഇതൊരു ഇറ്റ്സ് എ വെരി ഗുഡ് എക്സാമ്പിൾ. അതായത് ദ കണ്ടൻസ് ഹിസ്റ്ററി ഓഫ് ഓഫീസ് ചെയർസ്. ഏറ്റവും ആദ്യം ഓഫീസ് ചെയർസ് എങ്ങനെയായിരുന്നു നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ അതൊരു സാധാ കല്ലായിരിക്കും. അതിലിരുന്ന് ആൾക്കാർ എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോ ആ കല്ല്, അത് നമുക്ക് 522 BC കല്ലായിരുന്നു ഒരു ചെയർ. അത് കഴിഞ്ഞ ആൾക്കാർ തോന്നി ഇതിന്റെ അകത്തൊരു കാൽ അറ്റാച്ച് ചെയ്യുവാണെങ്കിൽ അതിന് കറക്റ്റ് ഹൈറ്റ് കിട്ടും നമുക്ക് ഇരിക്കാനായിട്ട്. സോ അവര് കാൽ അറ്റാച്ച് ചെയ്തു അതിന്റെ ഒപ്പം. അതിലിരുന്ന് കുറെ നാൾ കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഒരു ബാക്ക് റെസ്റ്റ് ഉണ്ടെങ്കിൽ നന്നായിരിക്കും. അത് കാരണം നമുക്കറിയാം ബാക്ക് റെസ്റ്റ് ഇട്ട് നമ്മൾ സാധാ ഇപ്പൊ കാണുന്ന ഒരു ചെയർ അത് വന്നു. ഇതിൽ കുറെ നേരം ഇരുന്ന് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ആൾക്കാർക്ക് മുഷ്പ് വന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ അത് കംഫർട്ടബിൾ ആയിരുന്നില്ല. അപ്പോൾ കുഷ്യൻസ് ആഡ് ചെയ്യാന്ന് വിചാരിച്ചു അതിൽ. അതേപോലെ തന്നെ ഒരു 1920s ഒക്കെ ആയപ്പോൾ ഓഫീസ് സ്ട്രക്ചർ ഭയങ്കരമായിട്ട് US വന്നു തുടങ്ങിയപ്പോൾ അവരുടെ ഡെസ്കില് കുറെ സാധനങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ടാവും, പക്ഷെ അത് ആക്സസ് ചെയ്യാനായിട്ട് ഒരു മൂവ്മെന്റ് ഉണ്ടായിരുന്നില്ല. ചെയർ ഇസ് എ സ്റ്റാറ്റിക് ഒബ്ജക്ട്. സോ അതിനൊരു മൂവ്മെന്റ് ഉണ്ടായിരുന്നില്ല. അതിനുവേണ്ടി അവര് റിവോൾവിംഗ് ചെയർ ഡിസൈൻ ചെയ്തു. അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ഓഫീസ് ചെയർ, അതില് ഡെസ്ക് വലുതായി, റീച്ച് കുറഞ്ഞു. അപ്പോ നമുക്ക് ദൂരെ പോയി ഒരു സാധനം എടുക്കണമെങ്കിൽ അത് കഷ്ടപ്പാടായിരുന്നു. അതിനുവേണ്ടി ഡിസൈനേഴ്സ് എന്ത് ചെയ്തു, ആ ഓഫീസ് ചെയറിന് വീല് കൊടുത്തു. അതേപോലെ തന്നെ നമുക്ക് ഇപ്പൊ കാണാൻ പറ്റുവാണെങ്കിൽ ഇവിടെ ഇറ്റ്സ് എ എർഗണോമിക് ചെയർ. അതായത് ഇതേ ചെയർ തന്നെ 1960 ഇപ്പോ 2000s എത്തിയപ്പോൾ ഇരിക്കാൻ പ്രശ്നമില്ല, പക്ഷെ കുറെ നേരം, അതായത് 6 to 7 hours നമ്മൾ നേരെ ഇരുന്ന് വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പോസ്റ്ററിന് ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് അത് ഡിസൈനേഴ്സ് മനസ്സിലാക്കി അതിനു വേണ്ടി എർഗണോമിക്കലി പ്ലീസിങ് ചെയർസ് ഉണ്ടാക്കി. സോ ദാറ്റ് വി ഡോണ്ട് ഹാവ് എനി ലോങ് ടേം ഇഷ്യൂസ് യൂസിങ് ദിസ് പെർട്ടിക്കുലർ ചെയർ. ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കല്ലിൽ നിന്ന് ഇപ്പൊ നമ്മൾ ഇരിക്കുന്ന ചെയർ ഇതെങ്ങനെയായി? ഇത് ഒരു ദിവസം കൊണ്ടായതല്ല. ഇതൊരു നീണ്ട കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു എവല്യൂഷൻ ആണ് ഈ കല്ലിനെ ഈ ചെയറാക്കി മാറ്റിയത്. അത് എല്ലാ പ്രാവശ്യവും ഓരോ ഡിസൈൻ ഉണ്ടാക്കിയപ്പോൾ ആ യൂസർ ഫീഡ്ബാക്ക് കിട്ടി, എങ്ങനെ ഇത് ഇംപ്രൂവ് ചെയ്യാന്ന് നമ്മൾ മനസ്സിലാക്കി
അങ്ങനെ നമ്മൾ ഡിസൈൻ ചെയ്തു. സോ ഡിസൈൻ ഇസ് അബൌട്ട് എവല്യൂഷൻ ആൻഡ് ഐട്രേഷൻ ത്രൂ എവല്യൂഷൻ. അതേപോലെ തന്നെയാണ് ഡിസൈൻ ഇസ് ഓൾസോ അബൌട്ട് റിയലൈസിങ് ആൻഡ് അഡ്രസ്സിങ് യൂസർ നീഡ്സ്. ഒരു സംഭവം നമ്മൾ ഉണ്ടാക്കി നമ്മൾ മാർക്കറ്റിലേക്ക് ഇടുവാണെങ്കിൽ ദാറ്റ് ഈസ് നെവർ എ ഫൈനൽ ഡിസൈൻ. ഇറ്റ് ഹാസ് ഓൾവേസ് ദ സ്കോപ്പ് ഓഫ് ഇംപ്രൂവിങ്. അതേപോലെ നമ്മൾ അത് യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് പോയി അവരുടെ ഫീഡ്ബാക്ക് മേടിച്ച് ഇതിനെ എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം. അപ്പോൾ ഡിസൈൻ വൈസിൽ ടെക്നോളജിയും അപ്പോൾ കൂടുതൽ ഉണ്ടെങ്കിൽ ബട്ട് ആ ടെക്നോളജി ഉപയോഗിച്ച് തന്നെ എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം, ഇതെല്ലാം ഒരു ഡിസൈനറാണ് ഫൈനലൈസ് ചെയ്യുന്നത്. ഇനി നമുക്ക് രണ്ട് കേസ് സ്റ്റഡി നോക്കാം. സോ ഇപ്പൊ നമ്മൾ ബേസിക് പ്രൊഡക്ട്സിൽ എങ്ങനെയൊക്കെ നമുക്ക് റീഐട്രേറ്റ് ചെയ്ത് പുതിയ പുതിയ പാർട്ട് വെച്ച് ഡിസൈൻ ചെയ്ത് എങ്ങനെയൊക്കെ ഒരു നല്ല പ്രൊഡക്റ്റ് ഉണ്ടാക്കാന്ന് മനസ്സിലാക്കി. ഈ കേസ് സ്റ്റഡി ഇസ് എ ഇൻട്രസ്റ്റിംഗ് ഫാക്ട്, അത് നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ആംസ്റ്റർഡാം ഷിപ്പോൾ എയർപോർട്ടിൽ ഒരു വലിയ മെയിൻ്റെനൻസ് ഇഷ്യൂ ഉണ്ടായിരുന്നു. ഇത് നടക്കുന്നത് 1900s. സോ ഇതിന്റെ മേജർ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെൻസ് യൂറിനലിൽ ഭയങ്കരമായിട്ട് മെയിൻ്റെനൻസ് കോസ്റ്റ് ഇൻക്രീസ് ആയി. അവർ മനസ്സിലാക്കിയത് 80% സ്പില്ലേജ് ഉണ്ടായിരുന്നു ഈ എന്താ പറയാ ഈ മെൻസ് ടോയ്ലറ്റ് യൂസ് ചെയ്യുമ്പോൾ. അപ്പൊ അവർ വിചാരിച്ചു ഈ സ്പില്ലേജ് എങ്ങനെ കുറയ്ക്കാം, സ്പില്ലേജ് കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് മെയിൻ്റെനൻസ് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. അപ്പോ നമ്മൾ ഡിസൈൻ എന്ന് പറഞ്ഞ് ചിന്തിക്കുമ്പോൾ ഒരു പുതിയ പ്രൊഡക്റ്റ് ഉണ്ടാക്കുക, ഒരു പുതിയ ഡിസൈൻ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുക, അതൊക്കെയാണ് നമ്മുടെ മനസ്സിൽ ഏറ്റവും ആദ്യം വരുന്നത്. ഇതിനെ എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും? നിങ്ങൾക്കും ആലോചിക്കാം ഇതിനെ എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോ പല ഡ്രോയിങ്സും വന്നു, പല ഡിസൈൻസും വന്നു, പല ഏരിയ. പക്ഷേ ഇതിന്റെ ആക്ച്വൽ സൊല്യൂഷൻ ഭയങ്കര സിമ്പിൾ ആയിരുന്നു. അതായത് ഫ്ലൈ ഇൻ ദ യൂറിനൽ. ഈ ഡിസൈനേഴ്സ് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ആ യൂറിനലിന്റെ അറ്റത്ത് ഒരു ഫ്ലൈനെ എൻഗ്രേവ് ചെയ്തു അവര്. സോ they didn't actually look into the product, they actually looked into human behavior. അപ്പോ when males tend to urinate, they tend to focus on something. ഒരു ക്ലീൻ വൈറ്റ് ബൗൾ കാണുമ്പോൾ അത് എവിടെ വേണമെങ്കിലും ആവാം, അത് കാരണം തന്നെ സ്പില്ലേജും കൂടി. അപ്പൊ ഒരു ചെറിയ ഫ്ലൈ അവിടെ ഉള്ളപ്പോൾ അവർ ടാർഗറ്റ് ചെയ്ത് അവിടെ മാത്രം യൂസ് ചെയ്യും. അത് കാരണം തന്നെ സ്പില്ലേജസ് 80% കുറഞ്ഞു. ഇത് നമുക്കറിയാം. അത് ആ ഒരു ചെറിയൊരു ഫ്ലൈ കാരണം മെയിൻ്റെനൻസ് കോസ്റ്റ് വാസ് റെഡ്യൂസ് ടു 20%. അപ്പോ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസൈൻ ഇസ് നെവർ ക്രിയേറ്റിംഗ് ന്യൂ ഗ്രേറ്റ് സ്റ്റഫ്സ് ഓൾ അറൌണ്ട് ദ പ്ലേസ്. ഡിസൈൻ ഇസ് നോട്ട് അബൌട്ട് ഓൾവേസ് മേക്കിംഗ് ദ ബെസ്റ്റ് തിങ് പോസിബിൾ. ഇറ്റ്സ് ആക്ച്വലി അബൌട്ട് ക്രിയേറ്റിംഗ് എ ചേഞ്ച് ദാറ്റ് യു നീഡ് ആൻഡ് ഇൻ ദ മോസ്റ്റ് ഇഫക്റ്റീവ് വേ. അതിന്റെ എക്സാമ്പിൾ ആണിത്. സോ ഗുഡ് ഡിസൈൻ ഇസ് അച്ചീവ്ഡ് ത്രൂ ക്രിട്ടിക്കൽ തിങ്കിങ്. ഒരു ഡിസൈനർ ഒരു സൊല്യൂഷൻ എത്തിക്കുന്നതിന് മുമ്പ് അത് ആക്ച്വലി തിങ്ക് ചെയ്യും, ഇതിന് എന്താണ് പോസിബിൾ സൊല്യൂഷൻസ്, ഇതിനെ എനിക്ക് എങ്ങനെ എഫക്റ്റീവ് ആയിട്ട് ടാക്കിൾ ചെയ്യാൻ പറ്റും. അല്ലാതെ എന്താ പറയാ ഒരു പ്രോബ്ലം കാണുമ്പോൾ തന്നെ നമ്മൾ ഒരു ഡ്രോയിങ് ബുക്ക് എടുത്ത് വരയ്ക്കാൻ തുടങ്ങും, അതല്ല ഒരു ഡിസൈൻ. ദർ ഇസ് എ ഡിസൈൻ പ്രോസസ് ടു ഇറ്റ്. സോ ക്രിട്ടിക്കൽ തിങ്കിങ് ഇസ് എൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് ദ ഡിസൈൻ പ്രോസസ്. ഇതിനെ എത്രത്തോളം എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഒരു സെക്കൻഡ് കേസ് സ്റ്റഡി. അതായത് ഒരു കനേഡിയൻ NGO വാസ് റിസർച്ചിങ് ഓൺ ഹൗ ടു റെഡ്യൂസ് ഡെത്ത് റേറ്റ്സ് ഇൻ പ്രഗ്നൻസി റിലേറ്റഡ് വിമൻ ആൻഡ് ചിൽഡ്രൻ. അപ്പോ കറന്റ്ലി അവർ മനസ്സിലാക്കി, അവരുടെ റിസർച്ചിൽ നിന്ന് അവർ മനസ്സിലാക്കി അയൺ ഡെഫിഷ്യൻസി കാരണം 40% ഓഫ് പ്രഗ്നന്റ് വിമൻ ആൻഡ് ചിൽഡ്രൻ വെർ ഡൈങ്. സോ അയൺ ഡെഫിഷ്യൻസി റിസർച്ചിലൂടെ മനസ്സിലാക്കിയിട്ട് അവര് അതിനെന്ത് സൊല്യൂഷൻ ആയിരിക്കും ഉണ്ടാവുക എന്ന് പറഞ്ഞു. അപ്പോൾ ടെക്നോളജിക്കലി they did a lot of research, they did a lot of experiments, and they came into this understanding that iron ingots ആഡ് ചെയ്യുമ്പോൾ, അതായത് അയണിന്റെ ബോളുകൾ കുക്ക് ചെയ്യുമ്പോൾ വെള്ളത്തിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡയറ്റിന് വേണ്ടിയുള്ള അയൺ അവർക്ക് റിലീസ് ചെയ്യാൻ പറ്റും, അവർക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റും. സോ എസെൻഷ്യലി ഇറ്റ് വിൽ സോൾവ് ദ പ്രോബ്ലം ഓഫ് അയൺ ഡെഫിഷ്യൻസി ഇൻ പ്രഗ്നന്റ് വുമൺ. ഇവിടെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കിയേ, ഒരാൾ വന്ന് പറയുക നിങ്ങൾ ചോറുണ്ടാക്കുമ്പോ ഈ മെറ്റലിന്റെ ബോൾ ഇടുക അതിന്റെ അകത്ത്, എന്നിട്ട് കുക്ക് ചെയ്യുക. ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ പാടായിരുന്നു, എസ്പെഷ്യലി ബാക്ക്വേർഡ് ക്ലാസും എക്കണോമിക്കലി സോഷ്യലി ബാക്ക്വേർഡ് ക്ലാസ് ആയുള്ള പീപ്പിൾ ഇൻ കാംബോഡിയ. അവരടുത്ത് ഇതായിട്ട് പോയപ്പോൾ അവർ പറഞ്ഞു അത് പറ്റില്ല, എനിക്കത് ചെയ്യാൻ പറ്റില്ല, ഞാനത് ചെയ്തിട്ടുമില്ല, എനിക്ക് ചെയ്യാൻ താല്പര്യമില്ല. അപ്പോ ഇതിനെ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു അടുത്തത്. ഇത് കാരണം തന്നെ നമ്മുടെ റിസർച്ചേഴ്സും ഡിസൈനേഴ്സും വളരെ എക്സ്റ്റെൻസീവ് ആയിട്ട് റിസർച്ച് ചെയ്തു എങ്ങനെ നമുക്ക്
സോഷ്യലി ഇതിനെ ആക്സെപ്റ്റ് ആക്കാൻ പറ്റും. So the team went back to the drawing board. What they essentially did was to study the culture of Cambodia. After months of researches and of their religion, their practices, their motives that they use, they understood that the fish symbol was considered as a lucky charm across Cambodia. അതെല്ലാവരുടെയും വീട്ടിൽ പോയാലും ഫിഷിന്റെ സ്റ്റാച്യൂസ് കാണാം, ഫിഷിന്റെ പല പെയിന്റിങ്സും കാണാൻ പറ്റും, ബിക്കോസ് ഇറ്റ്സ് കൺസിഡേർഡ് ആസ് എ ലക്കി സിമ്പിൾ ആൻഡ് ദേ ബ്രിങ് ലക്ക്. സോ ഡിസൈനേഴ്സ് ഈ ഒരു സംഭവം മനസ്സിലാക്കിയിട്ട് അവർ റീഡിസൈൻ ചെയ്യാൻ തുടങ്ങി. ഇതിനെ നമുക്ക് അറ്റ് ദി എൻഡ് അറിയാം, ആ അയൺ ബോൾ നമുക്ക് എങ്ങനെ നമ്മുടെ ഡയറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റും, അതായിരുന്നു സംഭവം. സോ ദേ ഡിസൈൻ ദിസ് ലക്കി അയൺ ഫിഷ്. സോ designers redesigned iron ingots into the shape of a fish which are instantly accepted by the society. നിങ്ങൾ ലെവൽ നോക്കുക അതിന്റെ, അതായത് ഫസ്റ്റ് ഓഫ് ഓൾ ഫിഷ് ഇസ് എ ലക്കി സിമ്പിൾ. ഫിഷ് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ജീവനോടെ വരും. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യുന്ന വെള്ളത്തിൽ നമ്മൾ ഫിഷ് ഇട്ട് കഴിഞ്ഞാൽ അത് സുഖമായിട്ട് ഇറ്റ് വിൽ ബ്രിങ് യു ലക്ക് ആൻഡ് ഇറ്റ് വിൽ റെഡ്യൂസ് സിക്നസ് ആൻഡ് ഡെത്ത് ഇൻ യുവർ ഫാമിലി. ആ ഒരു സംഭവം തന്നെ അവർ ഉപയോഗിച്ചു, ആൾക്കാർ അത് അപ്പൊ തന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. സോ ദിസ് റെഡ്യൂസ്ഡ് ദ പ്രഗ്നൻസി റിലേറ്റഡ് ഡെത്ത് ബൈ എ ഹ്യൂജ് എക്സ്റ്റെന്റ് അക്രോസ് കാംബോഡിയ. ആൻഡ് യു ക്യാൻ ലുക്ക് ദിസ് അപ്പ് ഇൻ ഇന്റർനെറ്റ്. സോ ഇറ്റ്സ് നോട്ട് ആസ് എ ലക്കി അയൺ ഫിഷ്. ആൻഡ് സോ ജസ്റ്റ് ഇമാജിൻ, through a small design change, by tons of research and tons of experiments and fails, they actually solved a real health issue. So that is also what design is about. Design is about solving real social issues at scale. Okay, അപ്പോൾ നമ്മൾ തുടങ്ങിയത് ഒരു ബോൾ പോയിന്റ് പെന്നിൽ നിന്നായിരിക്കാം, ഇതിന്റെ ഡിസൈൻ എങ്ങനെ നമുക്ക് നന്നാക്കാം. പക്ഷേ at the end you can see the height at which design can be implemented to solve things at a huge scale. ഇത് പറഞ്ഞ പോലെ തന്നെ ഐ ഹോപ്പ് ദീസ് എക്സാമ്പിൾസ് നിങ്ങൾ ഒരു ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യുന്ന പല പ്രൊഡക്ട്സും നമ്മളിങ്ങനെ നിരത്തി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതിൽ ഏതൊക്കെ പാർട്ടാണ് അതിന്റെ ടെക്നോളജി ഉൾപ്പെട്ടിട്ടുള്ളത്, അതിന്റെ ഏതൊക്കെ പാർട്ടാണ് അതിന്റെ ഡിസൈൻ. ഈ സംഭവം ഇല്ലാതെയും ചിലപ്പോൾ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും, പക്ഷെ അത് കഷ്ടപ്പാടായിരിക്കും. അപ്പോ യു ഗോ ബാക്ക് ഹോം, you try to see all those small things, let be a watch, your spectacles, a glass, a bottle. അത് നോക്കുക, എന്തുകൊണ്ടായിരിക്കും അത് ഇങ്ങനെ ഡിസൈൻ ചെയ്തത് ആലോചിക്കാൻ നോക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഡിസൈൻ എത്രത്തോളം നമ്മുടെ ലൈഫിനെ ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഇസ് വാട്ട് ഡിസൈൻ ഇസ് എവ്രിവെയർ. ഒരു പ്രൊഡക്റ്റ് എന്തെങ്കിലും കാണുവാണെങ്കിൽ, ഈവൻ ഇൻ നേച്ചർ, ഒരു നമ്മുടെ വാഴയില നമ്മൾ കാണുവാണെങ്കിൽ അത് പണ്ട് കൊടയായിട്ട് യൂസ് ചെയ്തിരുന്നു, നമ്മൾ ഇപ്പോഴും പ്ലേറ്റ് ആയിട്ട് യൂസ് ചെയ്യും. പക്ഷെ കൊടയും പ്ലേറ്റും വേറെ വേറെ പ്രൊഡക്റ്റാണ്. പക്ഷെ വാഴയിലയുടെ ഡിസൈൻ ആണ് നമ്മളെ കൊണ്ട് അത് ഹെൽപ്ഫുൾ ആക്കുന്നത്. അതിനെ മഴയത്ത് നമുക്ക് ചൂടിക്കൊണ്ടു പോവാം, അല്ലെങ്കിൽ പ്ലേറ്റ് ആയിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. സോ നേച്ചറിൽ പോലും ഡിസൈൻ ഓൾറെഡി എക്സിസ്റ്റ്. വാട്ട് വി ആർ ട്രൈങ് ടു ഡു ആസ് ഡിസൈനേഴ്സ് ഇസ് ടു ക്രിയേറ്റ് ഇഫക്റ്റീവ് സൊല്യൂഷൻസ് ഫോർ എൻ എക്സിസ്റ്റിംഗ് പ്രോബ്ലം. സോ coming to the career part of design profession in India is a huge market. It's a growing market. So it's said that Indian design market is growing at a staggering rate of 23 to 25% per year. അതിൽ നമുക്ക് ഇപ്പോ കറന്റ് സിറ്റുവേഷൻ നോക്കുവാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ് ഹാസ് എ ഡിമാൻഡ് ഫോർ അറ്റ്ലീസ്റ്റ് 8,000 to 10,000 qualified designers per year. പക്ഷെ അവൈലബിലിറ്റി is only 3,000 per year. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും അറ്റ്ലീസ്റ്റ് only 1/3 of the demand is being fulfilled by certified designers. ഇതിൽ ഡിമാൻഡ് ഭയങ്കര ഹൈ ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് ഇന്ത്യൻ മാർക്കറ്റ്, ഓൾ ഓവർ ദ വേൾഡ് ഡിസൈനേഴ്സിനുള്ള ഡിമാൻഡ് എപ്പോഴും ഹൈ ആണ്. ഇന്ത്യൻ മാർക്കറ്റിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഇന്ത്യ വാസ് എ ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റാർട്ട് ആസ് എ മാനുഫാക്ചറിംഗ് ഹബ്. ഇറ്റ് എൻഡഡ് അപ്പ് ഇൻ എ ടെക്നോളജിക്കൽ ഹബ് വേർ വി വെർ ഫോക്കസിംഗ് ഓൺ technology workload, workhorses. But now even those technological companies, they're coming back to India and making India as a design hub. So there are a lot of design related studios starting up on a daily basis. Even in Bangalore, it's huge. So the demand is always huge, and it's a great profession to take up if you are interested in solving real life issues, and you have that continuous interest to actually create a difference as a fact.
So, how to get these design jobs? So, let's go into design education in India. Design education is available from undergrad, postgrad, and PhD levels. So, majorly, നമ്മൾ നോക്കുവാണെങ്കിൽ Bachelor of Design ഉണ്ട്, and Masters of Design, BDes and MDes. It is very similar to BTech and MTech. So, basically the structure that you see. I'll tell you the differences that are there. So, 1670 കോളേജോളം ഡിസൈൻ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ. അതിൽ 7% പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിലുള്ളതാണ്, 17% പബ്ലിക്കിൽ, ആൻഡ് 76% പ്രൈവറ്റ് കോളേജസ്. സോ നമ്മളിവിടെ ആക്ച്വലി സംസാരിക്കാൻ പോകുന്നത്, ഇറ്റ്സ് എ ഹ്യൂജ് ടോപ്പിക് ടു ഡിസ്കസ് അബൌട്ട് ഡിസൈൻ എഡ്യൂക്കേഷൻ. സോ നമ്മൾ വിചാരിച്ചു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ ഫോക്കസ് ചെയ്ത് മാത്രം സംസാരിക്കാം. ബേസിക്കലി ഗവൺമെന്റ് കോളേജസ് നോക്കാനാണെങ്കിൽ ഗോ ഓൺലൈൻ, സി Industrial Design Center, IIT Bombay, and National Institute of Fashion Technology. So here in this particular session, we will talk about National Institute of Design. So National Institute of Design is a design school started in 1961. It has been declared as an institution of national importance by an act in the Indian Parliament. Initially known as National Institute of Industrial Design, then it evolved into National Institute of Design. Basically, the intent was to help MSMEs in India to create better products so that we have a good market to export and also, sell our products much better. In PG campuses, we have NID Ahmedabad, that's in Gujarat, NID Gandhinagar, NID Bangalore. In UG campuses, we have Ahmedabad, Andhra Pradesh, Haryana, Madhya Pradesh, and Assam. So here we need to understand the difference that in the UG campuses, all 5 of these campuses are autonomous institutes. They create their own fee structure, they create their own course structures. And in PG campuses, basically NID Gandhinagar and NID Bangalore are satellite campuses of NID Ahmedabad itself. Currently, NID Andhra Pradesh, NID Haryana, NID Madhya Pradesh, and NID Assam does not provide PG courses and only UG courses. ഇത് കാണുമ്പോൾ it's basically to give an idea that the variety of courses that NID gives. So ഇതിൽ കൂടുതൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവാനായിട്ട് നമ്മൾ ഇത്രയും കോഴ്സസ് 3 മേജർ ഡിസിപ്ലിൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. So we can explain what you can expect basically taking any of these courses. So industrial designers typically focus on physical appearance, functionality, and manufacturability of a product. അതേ എക്സാമ്പിൾ തന്നെ നമുക്ക് എടുക്കാം. അതായത് ഒരു ബോൾ പോയിന്റ് പെൻ, ഇതിന്റെ ഫിസിക്കൽ അപ്പിയറൻസ്, അതായത് ടെക്നോടിപ്പ് ഒരു വേറെ രീതിയിലായിരിക്കാം, ഗ്രിപ്പർ വേറെ രീതിയിലായിരിക്കാം, ലെക്സി പേന വേറെ രീതിയിലായിരിക്കാം. ഇതിലെല്ലാം വേറെ ഡിഫറെന്റ് ഫിസിക്കൽ അപ്പിയറൻസ് ഉണ്ട്, പക്ഷെ ഫങ്ഷണാലിറ്റി സെയിം. ഇറ്റ്സ് എ ബോൾ പോയിന്റ് പെൻ, വി ക്യാൻ യൂസ് ഇറ്റ്. ആൻഡ് ഓൾസോ ദ മാനുഫാക്ചറബിലിറ്റി ഓഫ് ഇറ്റ്. ഈ ഒരു പേനയിൽ നമ്മൾ എത്ര പാർട്സ് ഉണ്ട്? ഇവിടെ നോക്കുവാണെങ്കിൽ 2 പ്ലാസ്റ്റിക് ബ്ലൂ കളേർഡ് സോളിഡ് പ്ലാസ്റ്റിക് പാർട്സ് ഉണ്ട്, അതിന്റെ ഇടയ്ക്ക് ഒരു ട്രാൻസ്പെറന്റ് പ്ലാസ്റ്റിക് പാർട്ട് ഉണ്ട്, ഒരു റബ്ബർ പാർട്ട് ഉണ്ട്, അലോങ് വിത്ത് അതിന്റെ അകത്തുള്ള റീഫിലിന്റെ ഒരു മെറ്റൽ പാർട്ട്. സോ ഇത്രയും മെറ്റീരിയൽസ് ഒരുമിച്ച് വന്ന് ഒരു പ്രോസസ്സിലൂടെ വരുമ്പോഴാണ് നമുക്കൊരു പ്രൊഡക്റ്റ് ഉണ്ടാവുക. ഇതിനെ എത്രത്തോളം ഒരു മാനുഫാക്ചറിന്റെ സൈഡിൽ നിന്ന് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും ടു റെഡ്യൂസ് ദ കോസ്റ്റ് ഓഫ് മാനുഫാക്ചറിങ്, ഇതുപോലും ഒരു ഡിസൈനർ ആണ് ഫൈനലൈസ് ചെയ്യുക. ബിക്കോസ് ആസ് ഐ ടോൾഡ്, ടെക്നോളജി പല രീതിയിലും വരും, പക്ഷെ ഡിസൈൻ ആണ് അതിനെ ഒരു ഡിഫറൻസ് ഉണ്ടാക്കിയിട്ട് ഒരു വേറെ രീതിയിൽ മാർക്കറ്റ് ചെയ്യണതും വേറെ രീതിയിൽ യൂസേഴ്സിനെ ഹെൽപ്പ് ചെയ്യണതും. സോ ഇതേപോലെ തന്നെ ഇഫ് യു സീ ദ കോഴ്സസ് ദാറ്റ് ആർ ദേർ, ദാറ്റ് ഇസ് BDes courses. Ceramic and glass design is basically about the ceramic products and glassware that you see. The design that is there in each of these products is specialized in ceramic and glass design. Furniture and interior design, അത് തന്നെ ഫർണിച്ചേഴ്സും ഇന്റീരിയർ ഡിസൈനും ഫോക്കസ് ചെയ്ത് ചെയ്യുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് കോഴ്സാണ് ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ ഡിസൈൻ. Product design is basically anything that can come from a safety pin to a aircraft's console. അത് അത്രയും വെറൈറ്റിയിൽ ഇരിക്കുന്ന ഒരു ഡിസിപ്ലിൻ ആണ് പ്രൊഡക്റ്റ് ഡിസൈൻ. സെയിം ആസ് ഇൻഡസ്ട്രിയൽ ഡിസൈൻ. ഇൻഡസ്ട്രിയൽ ഡിസൈൻ ഇവിടെ പറയുന്നത് ആക്ച്വലി NID ആന്ധ്രാപ്രദേശിലും ഹരിയാനയിലും അസാമിലും മധ്യപ്രദേശിലും ജനറിക് ഡിസിപ്ലിൻസ് ആണ് ഉള്ളത്.
In Ahmedabad, we have super specializations starting from the second year. And in the other campuses, we have industrial design, visual communication design, and textile design for BDES. Industrial design, ഈ ബാക്കി ക്യാമ്പസസിൽ പഠിക്കുമ്പോൾ നമുക്ക് ബേസിക്കലി ഒരു ഹോളിസ്റ്റിക് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഇൻഡസ്ട്രിയൽ ഡിസൈൻ ആണ് കിട്ടുന്നത്. അതിൽ ഫർണിച്ചറും വരും, പ്രൊഡക്റ്റും വരും, സെറാമിക്കും വരും. പല പല കോഴ്സസിലും ഈ 3 year 4 years ഓഫ് കോഴ്സിൽ ഈ പല പല മെറ്റീരിയൽസ് കൊണ്ട് നമുക്ക് എങ്ങനെ ഇൻഡസ്ട്രിയൽ ഡിസൈൻ അച്ചീവ് ചെയ്യാൻ പറ്റും, അതിന്റെ ഗുഡ് പ്രാക്ടീസസും അതെങ്ങനെ നമുക്ക് അതിലൊരു കരിയർ ഫൈൻഡ് ചെയ്യാൻ പറ്റും അതിൽ. സോ യു ഗെറ്റ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ through this. Because it's a very general course. Same if you see MDes courses, we have separate from this, we have toy and game design, which is especially we are looking into how to create toys for children, because children are a very different users compared to normal people. So they have different needs, they have different things. So ഒരു ഷാർപ്പ് ആയിട്ടുള്ള ഒരു ടോയ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല, because the children might hurt themselves. ടോക്സിക് ആയിട്ട് ഒരു പ്രൊഡക്റ്റ് മെറ്റീരിയൽ വെച്ച് നമുക്ക് ടോയ് ഉണ്ടാക്കാൻ പറ്റില്ല. സോ അത് തന്നെ ഒരു വേറൊരു അവിടെ കൂടുതൽ എക്സ്പെർട്ടീസ് വേണ്ട കാരണം അത് തന്നെ ഒരു വേറെ സ്പെഷ്യലൈസേഷൻ ആയിട്ട് NID തരുന്നുണ്ട്. അതേപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ, ഓട്ടോമൊബൈൽ ഡിസൈൻ പറയേണ്ട ആവശ്യമില്ല. കാർ ഡിസൈൻ, ബൈക്ക് ഡിസൈൻ നമ്മൾ പലപ്പോഴും കാണുന്നത് ഇതെല്ലാം. ഈവൻ ഹൗ ടു ഡിസൈൻ എ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ഓൾ ടുഗെദർ, ഇതെല്ലാം ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ഓട്ടോമൊബൈൽ ഡിസൈനിലാണ് വരുന്നത്. ലൈഫ്സ്റ്റൈൽ ആൻഡ് ആക്സസറി ഡിസൈൻസ് ഇസ് ബേസിക്കലി നമ്മൾ ഡേ ടു ഡേ നമ്മുടെ ഹോം ഡെക്കോർ നമ്മൾ യൂസ് ചെയ്യുന്ന സംഭവം, പിന്നെ ജ്വല്ലറി ആൻഡ് ഓൾ ദീസ് പ്രൊഡക്ട്സ് ദാറ്റ് ആർ റിലേറ്റഡ് ടു ദ പേഴ്സണൽ കെയർ ആൻഡ് ഓൾ ദോസ് തിങ്സ് ആർ ഡിസൈൻസ് ഇൻ ലൈഫ്സ്റ്റൈൽ ആൻഡ് ആക്സസറി ഡിസൈൻ. ആൻഡ് യൂണിവേഴ്സൽ ഡിസൈൻ ഇസ് സംതിങ് ഓഫ് എ വെരി ഹോളിസ്റ്റിക് അപ്പിയറൻസ്. സോ സംതിങ് ലൈക്ക് ഞാൻ ആ കീബോർഡിന്റെ എക്സാമ്പിൾ പറഞ്ഞത് അതൊരു യൂണിവേഴ്സൽ ഡിസൈൻ ആയിട്ട് മാറി. ആ ഒരു ഇപ്പോ നമ്മൾ ഏത് കമ്പനിയിൽ നിന്ന് ഒരു കീബോർഡ് മേടിക്കുവാണെങ്കിൽ ഇത് കാണാൻ പറ്റും, ബിക്കോസ് ഇറ്റ് ഇൻക്ലൂഡ്സ് ലോഡ് ഓഫ് പീപ്പിൾ ഫ്രം ഡിഫറെന്റ് ബാക്ക്ഗ്രൗണ്ട്സ് ജസ്റ്റ് ബിക്കോസ് ഓഫ് ദാറ്റ്. അതിന്റെ വേറൊരു എക്സാമ്പിൾ ആയിരിക്കും നമ്മുടെ മൾട്ടി പിൻ സോക്കറ്റ്, നമ്മുടെ വോൾ സോക്കറ്റ് കാണില്ലേ, ഇലക്ട്രിക്കൽ വോൾ സോക്കറ്റ്. അതിന്റെ ഒരു റെക്ടാംഗുലർ ഷേപ്പിലുള്ള ഒരു സോക്കറ്റ് നമുക്കിപ്പോ കാണാൻ പറ്റും. അതിൽ നമുക്ക് ഇപ്പോ US നിന്ന് മേടിച്ചൊരു പിന്നാണെങ്കിലോ അതോ UK നിന്ന് മേടിച്ച പിന്നാണോ ഇന്ത്യയിൽ നിന്ന് മേടിച്ച പിന്നാണെങ്കിലും നമുക്ക് ഏതാണെങ്കിലും അതിനകത്ത് ഫിറ്റ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് സോക്കറ്റ് ഇസ് ബേസിക്കലി യൂണിവേഴ്സൽ ഡിസൈൻ എന്ന് പറയാം. സോ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ഡിസൈനിന് വേണ്ടി ഐ ഹാൻഡ് ഓവർ ദ മൈക്ക് ടു ഗായത്രി. ഓക്കെ, നമ്മളിപ്പം വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ഡിസൈൻ നമ്മളിത് കേൾക്കുമ്പോൾ തന്നെ സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്, വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പം കമ്മ്യൂണിക്കേഷൻ യൂസിങ് വിഷ്വൽസ് ആണ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മളൊരു ഡെഫിനേഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ കുറച്ച് വിഷ്വൽ എലിമെന്റ്സ് ഉണ്ട്. ഇറ്റ് ക്യാൻ ബി ഫോട്ടോഗ്രാഫ്, അല്ലെങ്കിൽ ഒരു ഇമേജ് ആവാം, അല്ലെങ്കിൽ ഒരു ഇലസ്ട്രേഷൻ ആവാം, ഒരു സ്കെച്ച് ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടൈപ്പോഗ്രഫിക്കൽ എലിമെന്റ് ആവാം. അങ്ങനെയുള്ള ഡിഫറെന്റ് വിഷ്വൽ ഏജൻസ് വെച്ചിട്ട് അതിന്റെ കോമ്പിനേഷനിലോ അതിന്റെ ഇൻഡിപെൻഡൻസിയിലോ നമ്മളൊരു ഐഡിയ കൺവേ ചെയ്യാണ്, ഒരു ഐഡിയ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഒരു മീനിങ് മേക്കിംഗ് ആണ് അവിടെ നടക്കുന്നത്. അപ്പൊ അതിനെയാണ് നമ്മൾ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് കമ്മ്യൂണിക്കേഷൻ യൂസിങ് വിഷ്വൽസ് ടു റെപ്രസെന്റ് ആൻ ഐഡിയ ഓർ ടു കൺവേ എ മീനിങ്. അപ്പം വിഷ്വൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്നത് ഇൻഫോഗ്രാഫിക്സ് ആണ്. ഇൻഫർമേഷൻ ഗ്രാഫിക്കൽ ആയിട്ട് നമ്മൾ, അതായത് ഇമേജസ് വെച്ചിട്ട് നമ്മൾ ഒരു ഇൻഫർമേഷൻ കൺവേ ചെയ്യുന്നതാണ് ഇൻഫോഗ്രാഫിക്സ്. ഇന്ററാക്റ്റീവ് കണ്ടന്റ് ഉണ്ട്, മോഷൻ ഗ്രാഫിക്സ് ഉണ്ട്, സൈൻസ് ആൻഡ് സിമ്പിൾസ് ഉണ്ട്. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. നമ്മളിപ്പോ റോഡിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ എന്തോരം സൈൻസ് കാണും, സ്ട്രേറ്റ് സിഗ്നൽ, ലെഫ്റ്റ് സിഗ്നൽ, റൈറ്റ് സിഗ്നൽ, ഇതെല്ലാം സിമ്പിൾസ് ആണ്. നമ്മൾ ഒരു എയർപോർട്ടിൽ ചെന്നാൽ അല്ലെങ്കിൽ ഒരു മോളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ദർ ആർ സൈനേജസ്. നമ്മൾക്ക് ഒരു സ്ഥലത്ത് നിന്ന് ഒരു സൈഡിലേക്ക് നമ്മളെ ഗൈഡ് ചെയ്യാനായിട്ട് ദർ ആർ സിമ്പിൾസ്, സൈൻസ്. സോ അതും വിഷ്വൽ കമ്മ്യൂണിക്കേഷന്റെ പാർട്ടാണ്. ടൈപ്പോഗ്രഫി, നമ്മൾ എവിടെ നോക്കിയാലും ടൈപ്പോഗ്രഫി ഈസ് എൻ ഇമ്പോർട്ടന്റ് എലിമെന്റ്. നമ്മൾ ന്യൂസ് പേപ്പർ വായിക്കുകയാണെങ്കിലും, നമ്മൾ TV-യിൽ അഡ്വർടൈസ്മെന്റ് കാണുകയാണെങ്കിലും, റോഡിൽ കൂടെ പോകുമ്പോൾ ഒരു ബിൽ ബോർഡ് കാണുകയാണെങ്കിലും, ഇതെല്ലാം ടൈപ്പോഗ്രഫി ഇൻക്ലൂസീവ് ആയിട്ടുള്ള വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ആണ്. പിന്നെ ഗ്രാഫിക് ഡിസൈൻ എന്ന് പറയുമ്പോൾ ബേസിക് ആയിട്ട് ഇപ്പം ഡിജിറ്റൽ മീഡിയ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്പിന്റെ ഇന്റർഫേസ്, അതെങ്ങനെ ആപ്പിൽ വരുന്ന വിഷ്വൽ ഡിസൈൻ, ഒരു വെബ്സൈറ്റ് എടുത്താൽ അതിന്റെ വിഷ്വൽ ഡിസൈൻ, പബ്ലിക്കേഷൻ, ഒരു ബുക്ക് എടുത്താൽ ബുക്കിന്റെ കവർ, ആ ബുക്കിന്റെ അലൈൻമെന്റ്, ബുക്കിന്റെ പബ്ലിക്കേഷൻ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഗ്രാഫിക് ഡിസൈനിന്റെ ഒരു മേജർ പാർട്ടായിട്ട് വരുന്നതാണ്.
പിന്നെ ഇലസ്ട്രേഷൻ, നമ്മള് ഒരു ചിത്രത്തിലൂടെ നമ്മൾ എങ്ങനെ ഒരു ഐഡിയ കൺവേ ചെയ്യുന്നു. അപ്പം ന്യൂസ് പേപ്പേഴ്സ് എടുത്താലും എവിടെ എടുത്താലും ദർ വിൽ ബി ഇലസ്ട്രേഷൻസ്. പിന്നെ അഡ്വർടൈസിംഗിൽ വരുന്നതാണ് ഫിലിം ആൻഡ് വീഡിയോ. നമ്മൾ ടി വിയിൽ കാണുന്ന പരസ്യങ്ങള്, യൂട്യൂബ് ചാനലിൽ കാണുന്ന പരസ്യങ്ങൾ, ഇതെല്ലാം അഡ്വർടൈസിങ്ങിന്റെ ഭാഗമായിട്ട്. ആനിമേഷൻ കുട്ടികൾക്ക് വേണ്ടിയിട്ടായാലും അഡൾട്ട്സിന് വേണ്ടിയിട്ടായാലും മൂവിങ് ഗ്രാഫിക്സ് ആണ് ആനിമേഷൻ എന്ന് പറയുന്നത്. നമ്മള് ഇതാണ് വിഷ്വൽ കമ്മ്യൂണിക്കേഷന്റെ ഉള്ളിൽ നമുക്ക് ഹോളിസ്റ്റിക് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും എന്താ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ. ഇപ്പം ഇതിന് പല ആസ്പെക്റ്റുകൾ ഉണ്ട്. നമ്മള് ഒരു വിഷ്വല് നമ്മള് ഓരോ ആൾക്കാരും പല രീതിയിലാണ് ഓരോ വിഷ്വൽസും പെർസീവ് ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ ഒരു പ്ലസ് സിമ്പൽ ആണെങ്കിൽ ഒരു കുട്ടിയോട് ചോദിച്ചാൽ ചിലപ്പോൾ സ്കൂളിൽ പഠിച്ച മാത്സിന് പഠിച്ച ഒരു പ്ലസ് അഡീഷൻ സിമ്പൽ ആയിരിക്കും. അല്ലെങ്കിൽ ഒരു പ്ലസ് സിമ്പലിന് നമ്മളൊരു കളർ ആഡ് ചെയ്യുമ്പോൾ റെഡ് കളർ പ്ലസ് സിമ്പൽ ആണെങ്കിൽ അതൊരു ഹോസ്പിറ്റൽ കോണ്ടെക്സ്റ്റിലാണെങ്കിൽ അതൊരു എമർജൻസി സിറ്റുവേഷൻ ആയിരിക്കും നമ്മൾ ഡിപ്പെക്ട് ചെയ്യുക. അപ്പൊ അങ്ങനെ ഓരോ സിമ്പിൾസ് ആണെങ്കിലും ഓരോ ഇമേജസ് ആണെങ്കിലും ഓരോ കോണ്ടെക്സ്റ്റില് പല പല മീനിങ്ങുകളാണ്. അപ്പൊ ഓരോ ആൾക്കാര് ഓരോ ഐഡിയ പെർസീവ് ചെയ്യുന്നത് പല രീതികളിലാണ്. അത് അവര് വളർന്നു വന്ന സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അവര് മുന്നേ കണ്ടിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം വെച്ചിട്ടാണ് ആൾക്കാർ മീനിങ് ഉണ്ടാക്കുക ഓരോ ഇമേജസിന്. അപ്പൊ ഇതിന്റെ ബേസിക്കലി ഇതിന്റെ സ്റ്റഡി യൂസ് ചെയ്ത ഐഡിയ കൺവേ ചെയ്യുന്നതാണ് വിഷ്വൽ കമ്മ്യൂണിക്കേഷനിൽ വരിക. അപ്പം ഇതില് NID വരുന്ന കോഴ്സുകൾ, ബാച്ചുലർ ഓഫ് ഡിസൈൻ കോഴ്സുകൾ വരുന്നത് ആനിമേഷൻ ഡിസൈൻ ആണ്. പിന്നെ വരുന്ന ഒരു ഇമ്പോർട്ടന്റ് കോഴ്സാണ് എക്സിബിഷൻ ഡിസൈൻ. അപ്പം എക്സിബിഷൻ ഡിസൈൻ അധികം എന്താണെന്ന് ആൾക്കാർക്ക് അധികം അറിയാത്തതാണ്. ബേസിക്കലി എന്ന് പറഞ്ഞാൽ നമ്മള് ഒരു സ്റ്റോറി ടെല്ലിംഗ് ഓർ കമ്മ്യൂണിക്കേഷൻ ത്രൂ എൻവയൺമെന്റൽ എക്സ്പീരിയൻസ്. അതായത് ഒരു സ്പേസ് ഉണ്ടെങ്കിൽ ആ സ്പേസിൽ കൂടെ നമ്മളൊരു സ്റ്റോറി കൺവേ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു ഐഡിയ കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ സീനോഗ്രഫി ഒരു കോഴ്സ് ഉണ്ട്. അതില് നമ്മൾ ഒരു ഫെസ്റ്റിവൽ നമ്മൾ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ ആ ഫെസ്റ്റിവലിൽ വരുന്ന കാര്യങ്ങൾ, അതിന്റെ ഡെക്കറേഷൻ, അതിന്റെ ഒരു ആൾക്കാർ വരുമ്പോ എവിടെ ഇരിക്കണം, എവിടെ ഇവന്റ് ഹോസ്റ്റ് ചെയ്യണം, ഇതെല്ലാം വരുന്നത് സീനോഗ്രഫി എന്ന് പറഞ്ഞിട്ട് ഫെസ്റ്റിവൽ സീനോഗ്രഫി ഉണ്ട്. മ്യൂസിയംസ് ഉണ്ട്, ഗാലറീസ് ഉണ്ട്, എക്സിബിഷൻ ഹാള് ആൻഡ് തിയേറ്ററിക്കൽ ഇവന്റ്സ് എല്ലാം കണ്ടക്ട് ചെയ്യുന്നു. ഇതെല്ലാം എക്സിബിഷൻ ഡിസൈനിന്റെ ഭാഗമായിട്ട് വരുന്നത്. പിന്നെ ഫിലിം ആൻഡ് വീഡിയോ കമ്മ്യൂണിക്കേഷൻ, അതിൽ ഓഫ് കോഴ്സ് ഫിലിം മേക്കിംഗ് ഉണ്ട്, സിനിമാറ്റോഗ്രഫി, ഡയറക്ഷൻ, സ്ക്രിപ്റ്റ് റൈറ്റിംഗ്, ഇതെല്ലാം വരുന്ന കോഴ്സാണ് ഫിലിം ആൻഡ് വീഡിയോ കമ്മ്യൂണിക്കേഷൻ. കൂടുതലും മൂവിങ് ഇമേജസ് ആണ്. പക്ഷെ പിന്നെ വരുന്നത് ഗ്രാഫിക് ഡിസൈൻ. നമ്മൾ നേരത്തെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ഗ്രാഫിക് ഡിസൈനിൽ വരുന്ന പബ്ലിക്കേഷൻ ഡിസൈൻ, പോസ്റ്റർ ഡിസൈൻ, ഇലസ്ട്രേഷൻസ്, ഇതെല്ലാം ഗ്രാഫിക് ഡിസൈനിൽ വരുന്നതാണ്. പിന്നെ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ഡിസൈൻ എന്ന് പറയുന്നത് ഞാൻ ഇത് നേരത്തെ പറഞ്ഞ പോലെ ആന്ധ്രാപ്രദേശ്, മധ്യപ്രദേശ്, ആസാം, കുരുക്ഷേത്ര, ഹരിയാന, ഈ 4 NIDകളിലും ബ്രോഡായിട്ട് കമ്മ്യൂണിക്കേഷൻ ഡിസൈൻ പഠിപ്പിക്കുന്നത്. ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളെല്ലാം ബ്രോഡായിട്ട് പഠിപ്പിക്കുന്നതാണ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ഡിസൈൻ കോഴ്സിലുള്ളത്. അപ്പം എല്ലാത്തിന്റെയും വളരെ ബേസിക് ആയിട്ടുള്ള ഡിസൈൻ എലിമെന്റ്സ് നമ്മളെ പഠിപ്പിക്കും. പിന്നെ നമ്മളൊരു മാസ്റ്റേഴ്സിലേക്ക് പോകുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ സ്പെഷ്യലൈസ്ഡ് ആവും. അപ്പൊ മാസ്റ്റർ ഡിസൈൻ കോഴ്സുകൾ എടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ബി ഡിസൈൻ കോഴ്സുകളുടെ എല്ലാത്തിന്റെയും മാസ്റ്റേഴ്സ് അവൈലബിൾ ആണ്. പിന്നെ ഫോട്ടോഗ്രാഫി ഡിസൈൻ ഉണ്ട്. അപ്പൊ അത് ഫിലിം ആൻഡ് വീഡിയോയിൽ വരുന്നതല്ല. ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് സ്റ്റിൽ ഇമേജസ് ആണ്. ഫിലിം ആൻഡ് വീഡിയോ എന്ന് പറയുമ്പോൾ അത് മൂവിങ് ഇമേജസ് ആണ്. അതാണ് ആകെയുള്ള ഡിഫറൻസ്. അപ്പൊ ഫോട്ടോഗ്രാഫി ഡിസൈൻ ഇസ് എ സെപ്പറേറ്റ് ഡിസൈൻ. അത് മാസ്റ്റേഴ്സ് ഓഫ് ഡിസൈനിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ്. അപ്പൊ ഇതൊക്കെയാണ് NIDയിലെ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ഡിസൈനിൽ വരുന്ന കോഴ്സുകൾ. ഓക്കെ, അപ്പം നെക്സ്റ്റ് പൂജ എക്സ്പ്ലെയിൻ ചെയ്യട്ടെ ടെക്സ്റ്റൈൽ ആൻഡ് അപ്പാരൽ ഡിസൈനിനെ പറ്റിയിട്ട്. ഹലോ, ഞാൻ പൂജ. ഞാൻ എൻ്റെ 4th ഇയർ NID വിജയവാഡയിൽ ടെക്സ്റ്റൈൽ ആൻഡ് അപ്പാരൽ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്ഥിരമായിട്ട് വരുന്ന ഒരു ചോദ്യമാണ് ഞാൻ ചെയ്യുന്നത് ഫാഷൻ ഡിസൈനിങ് ആണോ എന്നുള്ളത്. അതെങ്ങനെ ക്ലിയർ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈ ടെക്സ്റ്റൈൽ എന്ന് പറയുമ്പോൾ അതിന്റെ ബേസിക് കമ്പോണന്റ് എന്ന് പറയുന്നത് ഒരു ഫൈബർ ആണ്. നമ്മ ഉപയോഗിക്കുന്ന യാൺ കൊണ്ടാണ് നമ്മ എല്ലാ ഫാബ്രിക്കും ഉണ്ടാക്കുന്നത്. ബേസിക് ടെക്നിക്സ് ആയിട്ടുള്ള വീവിങ്, നിറ്റിംഗ് എന്നുള്ള ഈ ടെക്നിക്സുകളാണ് കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിച്ചു വരുന്നത്. ടെക്സ്റ്റൈൽ ആൻഡ് അപ്പാരൽ ഡിസൈൻ കോഴ്സിൽ ഒരു
ഫൈബർ എങ്ങനെ സോഴ്സ് ചെയ്യുന്നു എന്നുള്ളത് തുടങ്ങി ആ ഫൈബർ എങ്ങനെ അതൊരു യാണായി, ആ യാൺ എങ്ങനെ ഒരു ഫാബ്രിക് ആയി, ആ ഫാബ്രിക്കിന്റെ കൺസ്ട്രക്ഷൻ എല്ലാം കഴിഞ്ഞ് അതൊരു ഗാർമെന്റ് ആവുന്നത് വരെയുള്ള കംപ്ലീറ്റ് പ്രോസസ്സ് ടെക്സ്റ്റൈൽ ആൻഡ് അപ്പാരൽ ഡിസൈൻ കോഴ്സിൽ കവർ ആവുന്നുണ്ട്. നമ്മ ഫാബ്രിക്കിന്റെ കൺസ്ട്രക്ഷനിൽ മാത്രമല്ല ഫോക്കസ് ചെയ്യുന്നത്, നമ്മ ആ ഗാർമെന്റിന്റെ എല്ലാ പ്രോസസ്സിലും നമുക്ക് ഇന്റർവീൻ ചെയ്യാനായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി ടെക്സ്റ്റൈൽ ആൻഡ് അപ്പാരൽ ഡിസൈനിൽ കിട്ടുന്നുണ്ട്. ഇതിനകത്ത് മെയിൻ ആയിട്ട് കവർ ചെയ്യുന്ന കോഴ്സസ് മെയിൻലി ഫസ്റ്റ് ഇയറിൽ സ്കിൽ ബേസ്ഡ് കോഴ്സസ് ആണ് കവർ ചെയ്യുന്നത്. അതിൽ നിറ്റിംഗ്, വീവിംഗ്, നാച്ചുറൽ ഡൈയിങ്, കെമിക്കൽ ഡൈയിങ്, പ്രിന്റ് ഡെവലപ്മെന്റ്. പ്രിന്റ് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ സർഫസ് പ്രിന്റ് ഡെവലപ്മെന്റ്, ഡ്രേപ്പിംഗ്, ജക്കാർഡ് കോഴ്സസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ടെക്സ്റ്റൈലിന്റെ കാറ്റഗറിയിൽ വരുന്നത്. അതല്ലാതെ അപ്പാരലിന്റെ ഭാഗമായിട്ട് ഫാഷൻ ഇല്ലിസ്ട്രേഷൻ, ഡ്രേപ്പിംഗ്, ഗാർമെന്റ് കൺസ്ട്രക്ഷൻ, ഡീറ്റെയിലിംഗ്, പിന്നെ ഗാർമെന്റ് കൺസ്ട്രക്ഷന്റെ ഒരു അഡ്വാൻസ് കോഴ്സ്, പിന്നെ കുത്യോർ, ട്രെൻഡ് ഫോർകാസ്റ്റ്, ഇങ്ങനെയുള്ള കോഴ്സസും നമുക്ക് വരുന്നുണ്ട്. ആദ്യത്തെ ഒരു ഇയർ കഴിഞ്ഞ് ബാക്കി 3 ഇയറിൽ 8 സെമിസ്റ്റർ ആണ് ടോട്ടല്. അപ്പൊ ബാക്കി 6 സെമിസ്റ്ററിലായിട്ട് നമുക്ക് 6 പ്രൊജക്റ്റുകളാണ് നമുക്ക് വരുന്നത്. അതില് ആദ്യത്തെ ഓരോ പ്രൊജക്റ്റുകളായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാണ്. ഫാബ്രിക് കൺസ്ട്രക്ഷന്റെ ഒരു കോഴ്സ് വരുന്നുണ്ട്. അപ്പോൾ നമ്മ ഒരു ഇൻസ്പിറേഷൻ എടുത്തിട്ട് നമ്മ അതിന്റെ ക്യാരക്ടേഴ്സ്, അതിന്റെ ടെക്സ്ചേഴ്സ് ഒക്കെ നമുക്ക് ആ ഫാബ്രിക്കിൽ കൊണ്ടുവരാനായിട്ടും അത് ഇമിറ്റേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആണ് നമുക്ക് അവിടെ കിട്ടുന്നത്. പിന്നെ ഒരു നീഡ് ബേസ്ഡ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞ ഒരു പ്രൊജക്റ്റ് ആണ് അടുത്തതായിട്ട് വരുന്നത്. അതെന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ പ്രോസസ്സിന്റെ ഏതൊരു സെക്ഷനിൽ, ഏതൊരു വിഭാഗത്തിൽ വേണമെങ്കിലും നമുക്ക് ഇന്റർവീൻ ചെയ്ത് അവിടെ ഒരു ഡിസൈൻ ഇന്നോവേഷൻ കൊണ്ടുവരികയും നമുക്കൊരു സൊല്യൂഷൻ ഉണ്ടാക്കുകയും അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ അനലൈസ് ചെയ്ത് ഒരു പുതിയൊരു ഒരു ഡിസൈൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പോസിബിലിറ്റി നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. പിന്നെ ഒരു കോഴ്സ് പ്രിന്റ് ഡെവലപ്മെന്റ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വസ്ത്രങ്ങളിൽ കാണുന്ന പ്രിന്റിന്റെ ഡിസൈനും അതിന്റെ ബേസിക് ആയിട്ട് ഒരു പ്രിന്റ് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത്, അതിന്റെ പ്രാക്ടിക്കൽ ഭാഗങ്ങളെല്ലാം കവർ ചെയ്യുന്നുണ്ട്. വീവിങ്ങിനെ ബേസ് ചെയ്തിട്ട് 3 കോഴ്സസ് വരുന്നുണ്ട്. ടോട്ടൽ പല സെമിസ്റ്ററുകളിലായിട്ട് ബേസിക്, അഡ്വാൻസ്ഡ്, പിന്നെ നമ്മുടെ ചുറ്റുപാട് നമ്മൾ കാണുന്ന കുറെ ക്രാഫ്റ്റ് ആയിട്ട് കണക്ട് ചെയ്ത് ഉള്ള രീതിയിലുള്ള വീവിംഗ് കോഴ്സസ് നമുക്ക് വരുന്നുണ്ട്. പിന്നെ സ്പേസ് ഡിസൈൻ എന്ന് പറഞ്ഞൊരു കോഴ്സ് വരുന്നുണ്ട്. ഈ നമ്മൾ പെട്ടെന്ന് ആലോചിക്കും സ്പേസും ടെക്സ്റ്റൈലും തമ്മിൽ എങ്ങനെയാണ് റിലേറ്റഡ് ആയിട്ടുള്ളത്. നമ്മൾ ഉപയോഗിക്കുന്ന കർട്ടൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ഒരു റൂമിൽ അല്ലെങ്കിൽ ഒരു സ്പേസിൽ ലൈറ്റിങ്ങും അതിന്റെ ടെമ്പറേച്ചറും ഒക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് കൺട്രോൾ ചെയ്യുന്ന കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്ക് മെറ്റീരിയൽ വെച്ചും അതിന്റെ വീവ് വെച്ചും ഒക്കെ നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യും. അതിൽ പല ഡിസൈൻസും നമുക്ക് മാറ്റങ്ങൾ വരുത്താനും നമുക്ക് ഏതൊരു കണ്ടീഷൻ ആണോ ക്രിയേറ്റ് ചെയ്യേണ്ടത് അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ടെക്സ്റ്റൈൽ കൊണ്ട് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് 8th സെമിസ്റ്റർ എന്ന് പറയുന്നത് നമ്മ ഒരു ഔട്ട്സൈഡ് ഓർഗനൈസേഷനായിട്ട് ബേസ് ചെയ്ത് ഒരു ഡിപ്പ് പ്രൊജക്ട് നമ്മ ചെയ്യണം. അതില് നമുക്ക് വേണമെങ്കിൽ ഒരു ക്രാഫ്റ്റ് യൂണിറ്റിൽ പോവാം, അല്ലെങ്കിൽ ഒരു വീവർ സർവീസ് സെന്ററിൽ പോവാം. ഗവൺമെന്റിൻ്റെത് തന്നെയായിട്ടുള്ള വേറെ കുറെ ഹാൻഡ്ലൂം ബേസ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജി ഉണ്ട്. ഈ വീവർ സർവീസ് സെന്റേഴ്സ് തന്നെ കുറെ കോഴ്സസ് ഓഫർ ചെയ്യുന്നുണ്ട്. IITs കുറെ ടെക്സ്റ്റൈൽ ബേസ് ചെയ്തിട്ടുള്ള കുറെ റിസർച്ചേഴ്സ്, മെഡിക്കൽ ബേസ്ഡ് ടെക്സ്റ്റൈൽസ്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അവിടെ വർക്ക്സ് നടക്കുന്നുണ്ട്. ഇതല്ലാതെ ടെക്സ്റ്റൈൽ ആൻഡ് അപ്പാരൽ കോഴ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന വേറെ കാര്യങ്ങളാണ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന ഒരു കോഴ്സ് ചെയ്യുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ ഗ്രാഫിക്സ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു 2 week കോഴ്സും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഈ കാര്യങ്ങൾ നമുക്ക് നമ്മുടെ പ്രൊജക്ട് നമ്മൾ ഡോക്യുമെന്റ് ചെയ്യുമ്പോഴും നമ്മ ബ്രാൻഡ് ചെയ്യുമ്പോഴും ഇങ്ങനെയുള്ള സ്കിൽസ്, ഇങ്ങനെയുള്ള ചെറിയ കോഴ്സസ് നമുക്ക് ബെനിഫിഷ്യൽ ആയിട്ട് വരുന്നുണ്ട്. അതല്ലാതെ ഈ ടോട്ടൽ 3 ഇയർ ടെക്സ്റ്റൈൽ എന്ന കോഴ്സ് എടുക്കുമ്പോൾ വരുന്ന 3 ഇയർ, ടോട്ടൽ 4 years ആണ്.
സ്പെസിഫൈ ചെയ്യുമ്പോൾ ഉള്ള ഈ 3 ഇയറിൽ ഇന്റർഡിസിപ്ലിനറി, അതായത് കമ്മ്യൂണിക്കേഷനും, നേരത്തെ പറഞ്ഞ കമ്മ്യൂണിക്കേഷനും ഇൻഡസ്ട്രിയൽ ഡിസൈനേഴ്സ് ആയിട്ടുള്ള നമ്മുടെ സെയിം ബാച്ചിലെ സ്റ്റുഡൻസ് ആയിട്ട് തന്നെ കണക്ട് ചെയ്ത് പലധികം കോഴ്സസും ഇതിന്റെ ഓരോ സെമിസ്റ്ററിലും ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നുണ്ട്. ഈ ആദ്യത്തെ സെമിസ്റ്ററിൽ തന്നെ ഫൈബറിനെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കോഴ്സും, മാൻമെയ്ഡ് ഫൈബേഴ്സ്, ആർട്ടിഫിഷ്യൽ ഫൈബേഴ്സ് എന്നുള്ള കോഴ്സസും, ഈ ടെക്സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു സാധനത്തിന്റെ കംപ്ലീറ്റ് ഹിസ്റ്ററി, ഓരോ സിവിലൈസേഷൻസും എന്തൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത് എന്നൊക്കെ ഉള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽ സ്റ്റഡി നമ്മൾ നടത്തുന്ന ഒരു കോഴ്സ് വരുന്നുണ്ട്. ക്രാഫ്റ്റ് ഡോക്യുമെന്റേഷൻ എന്ന് പറഞ്ഞൊരു കോഴ്സ് വരുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ കുറെ ക്രാഫ്റ്റുകൾ നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ ഒരു സൊസൈറ്റിക്ക് കുറെ പേർക്കൊന്നും അറിയാൻ പാടില്ല. അപ്പോ അങ്ങനെയുള്ള ഒരു ക്രാഫ്റ്റ് ഡോക്യുമെന്റേഷൻ എന്നുള്ള ഒരു പ്രോസസ്സ് കൊണ്ട് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പോയി കാണാനും മനസ്സിലാക്കാനും എല്ലാവരിലേക്കും എത്തിക്കാനായിട്ടുള്ള ഒരു പോസിബിലിറ്റിയാണ് ക്രാഫ്റ്റ് ഡോക്യുമെന്റേഷൻ എന്നുള്ളത്. നമുക്ക് അത് ഫോക്കസ് ചെയ്തായാലും നമുക്ക് വേണമെങ്കിൽ ഫ്യൂച്ചറിൽ ഒരു കരിയർ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പിന്നെ ഈ ഒരു ലാസ്റ്റ് സെമിസ്റ്ററിൽ എൻ്റെ കോഴ്സിൽ ഞങ്ങൾക്ക് 3 റീജിയണൽ ക്രാഫ്റ്റ് ബേസ്ഡ് ചെയ്തിട്ടുള്ള പ്രൊജക്ട്സുകൾ വന്നിട്ടുണ്ടായിരുന്നു. ആന്ധ്രാപ്രദേശിലാണ് ഈ കോളേജ് ഉള്ളത്. എൻ്റെ കോളേജ് ഞാൻ ആന്ധ്രാപ്രദേശിലെ ഇതിലാണ്. അപ്പോൾ അവിടെ കലംകാരി, ഇക്കത്ത് എന്നുള്ള ക്രാഫ്റ്റുകളാണ് മെയിൻ ആയിട്ടുള്ളത്. ഈ ആർട്ടിസൻസ് ആയിട്ട് കണക്ട് ചെയ്ത് വർക്ക് ചെയ്യാനും അവരുടെ കൂടെ നിന്ന് പഠിക്കാനുമായിട്ടുള്ള 2-3 കോഴ്സസ് ഉണ്ടായിരുന്നു കഴിഞ്ഞ 2 സെമിസ്റ്ററിലായിട്ട്. ഞാൻ പിന്നെ കോളേജില് മെയിൻ 2 വർക്ക്ഷോപ്പാണ് ഉള്ളത്. ഒരെണ്ണം വീവിംഗ് സ്റ്റുഡിയോവും ഒരെണ്ണം അപ്പാരൽ സ്റ്റുഡിയോവും. വീവിംഗ് സ്റ്റുഡിയോയില് എല്ലാവർക്കും ഒരു ചെറിയ റൂമും ഗായത്രി ചേച്ചിയുടെ കുറെ കാര്യങ്ങള് സ്വന്തമായിട്ട് ആ റൂമില് നമുക്ക് തന്നെ സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യാനും വർക്ക് ചെയ്യാനും ഒക്കെ പറ്റും. കുറെ വ്യൂസ്, കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. റെഗുലർ ആയിട്ട് നേരത്തെ പറഞ്ഞ പോലെ റീജിയണൽ ആയിട്ടുള്ള ക്രാഫ്റ്റ് ഗ്രൂപ്പ്സ് ആയിട്ട് നമ്മൾ കണക്റ്റഡ് ആയിരിക്കും. നമ്മൾ വിസിറ്റ് ചെയ്യും അവരായിട്ട്. അവരെങ്ങനെയാ വർക്ക് ചെയ്യുന്നത്, അവരുടെ എക്കോണമി എങ്ങനെ പോകുന്നത്, അവർക്ക് എന്ത് മാർക്കറ്റ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കും. ഇപ്പോ ഈ ക്രാഫ്റ്റ് സെക്ടറിന്റെ കാര്യം ഈ ടെക്സ്റ്റൈലിൽ ഇത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യ എന്നുള്ള ഈ രാജ്യത്ത് വേൾഡിലെ 2nd പൊസിഷൻ ആണ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ ഉള്ളത്. അതില് ഈ വേൾഡിന്റെ ഒരു ടോട്ടൽ പെർസെൻറ്റേജ് എടുക്കുമ്പോൾ 95% ടെക്സ്റ്റൈൽ അല്ലെങ്കിൽ ഹാൻഡ്ലൂം പ്രൊഡക്ട്സ് ഇന്ത്യയിലാണ് ഉൽപാദനം ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ അധികം ഫോക്കസ് നമ്മൾ ക്രാഫ്റ്റ് സെക്ടറിന് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം മൈൻഡിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിസൈൻ കൊണ്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ടെക്സ്റ്റൈലിൽ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അതിൽ കുറച്ച് എക്സാമ്പിൾസ് ഞാൻ പറയാം. കുറച്ച് ചെയ്ത പ്രൊജക്ട്സിനെ, എൻ്റെ ഫ്രണ്ട്സ് ചെയ്ത പ്രൊജക്ട്സിനെ ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻ ഞാൻ ഷെയർ ചെയ്യണം. ഇപ്പോ ഒരു ഫാബ്രിക്കില് നമുക്ക് എത്ര നൂല് വരുന്നു, ഒരു ഇഞ്ചിൽ എത്ര നൂല് വരുന്നു എന്നുള്ളതിനെയൊക്കെ ബേസ് ചെയ്ത് നമുക്ക് കോസ്റ്റില് റിഡക്ഷൻ കൊണ്ടുവരാം. മെറ്റീരിയലില് കുറെ ലാഭങ്ങൾ ഉണ്ടാവും. അങ്ങനെ ചിലപ്പോ അങ്ങനെയുള്ളൊരു കാര്യം വെച്ച് നമുക്ക് നമ്മുടെ ബഡ്ജറ്റിൽ കുറെ, പ്രൊഡക്ഷനിൽ കുറെ വ്യത്യാസങ്ങൾ വരും. നമ്മൾ ഏത് വണ്ണമുള്ള യാണാണ് ചൂസ് ചെയ്യുന്നത് എന്നനുസരിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന ഫാബ്രിക്കിന്റെ സ്ട്രക്ചറിൽ ഒരു വ്യത്യാസം ഉണ്ടാവും. ആ ഫാബ്രിക് ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന ഗാർമെന്റിലും അതിൻ്റെതായിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടാവാം. ഓരോ ടെമ്പറേച്ചറിൽ ജീവിക്കുന്ന, ആ ക്ലൈമറ്റിക് കണ്ടീഷനിൽ ജീവിക്കുന്നവർക്കും പല വെറൈറ്റി രീതിയിലുള്ള ഗാർമെന്റ്സുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ റീജിയണൽ ആയിട്ടുള്ള സ്റ്റഡി നടത്തുന്നത് വഴി നമുക്ക് പല വ്യത്യാസങ്ങളും ഇതിലൂടെ കൊണ്ടുവരാൻ പറ്റും. ഇങ്ങനെയൊക്കെയാണ് ഡിസൈൻ ഇൻവോൾവ്മെന്റ് ടെക്സ്റ്റൈലിൽ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ തരാൻ ഉദ്ദേശിച്ചത്.
നമ്മുടെ കോളേജിൽ കൂടുതൽ ഇപ്പോൾ കോഴ്സസ് ബേസ് ചെയ്തേക്കുന്നത് സസ്റ്റൈനബിലിറ്റി എന്നുള്ളൊരു ഫാക്ടർ ബേസ് ചെയ്തിട്ടാണ്. കാരണം നമ്മുടെ ഇപ്പോഴത്തെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി കൂടുതലായിട്ട് മാസ് പ്രൊഡക്ഷനും ഇൻഡസ്ട്രി ബേസ്ഡും ആണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള പൊല്യൂഷനും മെറ്റീരിയൽ ഓവർ കൺസംഷനും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ കൂടുതൽ പ്രൊജക്റ്റും സസ്റ്റൈനബിലിറ്റി എന്നുള്ള ഒരു ഫാക്ടറിന് മുൻഗണന കൊടുത്തിട്ടാണ് ചെയ്തു വരുന്നത്. പിന്നെ ഓപ്പർച്യൂണിറ്റീസിന്റെ കാര്യം പറയുമ്പോഴായാലും ഈ ഹാൻഡ്ലൂം സെക്ടേഴ്സ്, പിന്നെ ടെക്സ്റ്റൈൽ ബേസ് ചെയ്തിട്ടുള്ള പലധികം ക്രാഫ്റ്റ്സുകളുണ്ട്. പിന്നെ സ്ട്രീറ്റ് ഫാഷൻ ബേസ് മുതൽ ഹൈ എൻഡ് ലക്ഷറി ബ്രാൻഡ്സുകളിലൊക്കെ ഓപ്ഷൻസ് ഉണ്ട്. കാരണം നമ്മ എല്ലാ ആ കോഴ്സസും നമുക്ക് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ചോയ്സ് അനുസരിച്ച് നമുക്കിപ്പോൾ ഗാർമെന്റിൽ ഫോക്കസ് ചെയ്യണോ, അതോ നാച്ചുറൽ ഡൈയിങ്ങിൽ ഫോക്കസ് ചെയ്യണോ, വീവിങ്ങിൽ ഫോക്കസ് ചെയ്യണോ എന്നുള്ളത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് അതിൽ കൂടുതൽ ഫോക്കസ് കൊടുത്ത് നമുക്ക് നമ്മ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മ എവിടെയാണോ നമുക്ക് കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടതെന്നുള്ള രീതിയിൽ നമുക്ക് ഡിസൈഡ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ് ഈ ഒരു കോഴ്സ് കൊണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? കട്ടായി പോയായിരുന്നോ? എനിക്ക് തോന്നുന്നു കട്ടായി. ഇപ്പൊ ഓക്കെ അല്ലേ? സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? ആ, ഓക്കെ. സോ പൂജ പറഞ്ഞ പോലെ പല അത് NIDയുടെ ഒരു ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്, ഒരു രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 4 വർഷം നമ്മളവിടെ പഠിക്കുമ്പോൾ, ഈവൻ ദോ ഞാൻ ഇൻഡസ്ട്രിയൽ ഡിസൈൻ ആണോ എടുത്തെങ്കിലും ഞാൻ ടെക്സ്റ്റൈൽ സ്റ്റുഡിയോയിൽ പോയി ഇവരെന്തൊക്കെയാ ചെയ്യണേ, അവിടുന്ന് എന്തൊക്കെ പഠിക്കാൻ പറ്റും എനിക്ക്, ഈവൻ വിഷ്വൽ കമ്മ്യൂണിക്കേഷനിൽ പോയി അവിടുന്ന് എന്തൊക്കെ പഠിക്കാൻ പറ്റും. സോ ഈവൻ ഈ 3 ഇയർ ഇൻഡസ്ട്രിയൽ ഡിസൈൻ ഞാൻ ചെയ്തിരുന്നപ്പോൾ ഞാൻ പല സ്റ്റുഡിയോയിലും പോയിട്ട് നോക്കുമായിരുന്നു എന്തൊക്കെ എനിക്ക് പഠിക്കാൻ പറ്റും. അത് കാരണം തന്നെ ഞാനിപ്പോ എന്റെ കരിയറിൽ ചൂസ് ചെയ്തേക്കുന്നത് യൂസർ എക്സ്പീരിയൻസ് ഡിസൈനർ ആയിട്ടാണ്. അതായത് തന്നെ എന്റെ ഇൻക്വിസിറ്റീവ്നെസ് ടു അണ്ടർസ്റ്റാൻഡ് ഡിഫറെന്റ് ഡിസിപ്ലിൻസ് ആൻഡ് വാട്ട് ഓൾ ക്യാൻ ബി ലേൺ ഫ്രം അതർ ഡിസിപ്ലിൻസ്. ആ ഒരു ഇൻക്വിസിറ്റീവ്നെസ് ആണ് ഐ ഫീൽ ദാറ്റ് മേക്സ് യു എ ഗുഡ് ഡിസൈനർ ഓൾവേസ്. ടു ലേൺ ഫ്രം ഈച്ച് അതർ ആൻഡ് ഓൾസോ ആ ഒരു കൾച്ചർ നമ്മൾ എപ്പോഴും നമ്മുടെ കോളേജിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഈവൻ പൂജ പറഞ്ഞ പോലെ തന്നെ പല കോഴ്സസിലും നമ്മൾ ഒരുമിച്ച് വന്നിട്ടാണ് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്. സോ വി ലേൺ ഫ്രം ഈച്ച് അതർ. നമ്മുടെ എക്സ്പെർട്ടീസ് ചിലപ്പോൾ ചില സംഭവത്തിലായിരിക്കും, വിഷ്വൽ കമ്മ്യൂണിക്കേഷന്റെ എക്സ്പെർട്ടീസ് സംതിങ്ങിലായിരിക്കും. ഈവൻ ദോ നമ്മളിപ്പോ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയാൽ പോലും അതിനെ മാർക്കറ്റ് ചെയ്യണത് ഒരു വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജിയിലൂടെ ആയിരിക്കും. സോ ഈവൻ ആസ് എൻ ഇൻഡസ്ട്രിയൽ ഡിസൈനർ, ഞാൻ ഇൻഡസ്ട്രിയൽ ഡിസൈൻ മാത്രം പഠിച്ചിട്ട് ഒരിക്കലും സക്സസ്ഫുൾ ആവാൻ പറ്റുമായിരിക്കാം. പക്ഷെ മോസ്റ്റ്ലി വി വുഡ് സജസ്റ്റ് you need to know a lot of everything to become successful in this field. അതേപോലെ തന്നെ എക്സ്പീരിയൻസ് ഡിസൈൻ is one discipline that falls between industrial and communication design. രണ്ടിന്റെയും നല്ലൊരു പെർസെൻറ്റേജ് ഓഫ് ഇൻഫ്ലുവൻസ് എക്സ്പീരിയൻസ് ഡിസൈൻ ഉണ്ട്. സോ ഈസി എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ, ഒരു സോഫ്റ്റ്വെയർ എടുത്തു കഴിഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയറിന് ഒരു യൂസ് ഉണ്ടാവും. അതായത് ഒരു ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന ഒരു IRCTCയുടെ ആപ്പ് ആണെങ്കിൽ അതിനൊരു ഇന്റന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യൂസർ കയറി വരിക, ആ യൂസറിന് ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റണം അറ്റ് ദി എൻഡ്. അത് എത്രത്തോളം ആ യൂസറിന് ഈസി ആക്കാൻ പറ്റും, ആ എക്സ്പീരിയൻസ് എത്രത്തോളം ആ യൂസറിന് ഈസി ആക്കാൻ പറ്റും, അവിടെയാണ് ഒരു ഗുഡ് എക്സ്പീരിയൻസ് ഡിസൈൻ വരുന്നത്. സോ എക്സ്പീരിയൻസ് ഡിസൈൻ സോഫ്റ്റ്വെയറിൽ മാത്രമല്ല, പക്ഷേ ഈവൻ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോഴുള്ള എക്സ്പീരിയൻസും അതിന്റെ ഇന്റർഫേസ്, അതായത് ആ പ്രൊഡക്റ്റ് എങ്ങനെയാണ്, ആ പ്രൊഡക്റ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ ഈ പ്രൊഡക്റ്റ് ഈ യൂസിന് വേണ്ടിയായിരുന്നു യൂസ് ചെയ്യുക എന്ന് ദൂരേന്ന് പോലും മനസ്സിലാക്കാൻ പറ്റുവാണെങ്കിൽ that is the success of a good experience design. Another example പറയുകയാണെങ്കിൽ, നമ്മളിപ്പോ ഇന്റർനെറ്റിൽ എന്തെങ്കിലും നമുക്ക് സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ പല സെർച്ച് എൻജിൻസ് ഉണ്ടാവും. പക്ഷേ വി വുഡ് അറ്റ് ദി എൻഡ് ഗോ ഫോർ ഗൂഗിൾ. അത് എന്തുകൊണ്ടാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ ഐ ലൈക്ക് ദിസ്. പക്ഷെ
why do you like this? Adinte answer aanu because there is a good experience design behind it. And Google has looked into it much earlier than other search engines, so that they optimize their search engine so that the user can, search through Google much easier than compared to any other search engine. So even for business, even for how to get your product out of the crowd, how to make it unique, sometimes it's just based on the experience that the software or the product gives to the user. അതിലാണ് എക്സ്പീരിയൻസ് ഡിസൈൻ നമ്മൾ കാണുന്നത്. മേജർലി നമ്മൾ നോക്കുവാണെങ്കിൽ എംഡെസ് മാസ്റ്റേഴ്സിലാണ് എക്സ്പീരിയൻസ് ഡിസൈൻ സ്പെഷ്യലൈസ് ചെയ്യുന്നത്. ഡിജിറ്റൽ ഗെയിം ഡിസൈൻ ആസ് ഇറ്റ് സേസ്, ഡിജിറ്റൽ ഗെയിംസ് എത്രത്തോളം ക്രിയേറ്റീവ് ആക്കാം, എത്രത്തോളം അടിപൊളിയാക്കാം, ആ ഒരു സംഭവം വരുന്ന ഡിജിറ്റൽ ഗെയിം ഡിസൈനിലാണ്. ഇന്ററാക്ഷൻ ഡിസൈൻ ഇസ് ബേസിക്കലി ഞാൻ ചെയ്യുന്ന വർക്ക് ഇന്ററാക്ഷൻ ഡിസൈൻ ബേസ്ഡ് ആണ്. മോസ്റ്റ്ലി സോഫ്റ്റ്വെയർ റിലേറ്റഡ് ഇന്ററാക്റ്റീവ് എക്സ്പീരിയൻസസ് ആൻഡ് അത് എത്രത്തോളം നന്നാക്കാം, എത്രത്തോളം ഒരു യൂസറിന് ഈസി ആയിട്ട് ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കാൻ പറ്റും, ഒരു ഹാർഡ്വെയർ ഉപയോഗിക്കാൻ പറ്റും, ഇതെല്ലാം ഇന്ററാക്ഷൻ ഡിസൈനിൽ വരും. ന്യൂ മീഡിയ ഡിസൈൻ, ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന ന്യൂ ഡിജിറ്റൽ മീഡിയ, ദാറ്റ് ഇസ് AR VR, ഇപ്പോ അതാണ് ഇപ്പൊ പ്രപ്പോസ് ഫ്യൂച്ചർ ഓഫ് എക്സ്പീരിയൻസ് ഡിസൈൻ. അല്ലെങ്കിൽ നമ്മുടെ ഈ കമ്പ്യൂട്ടർ ഡിജിറ്റൽ മീഡിയ, സ്ക്രീൻ മീഡിയ ഇവോൾവ് ചെയ്യാൻ പോവുകയാണ്. അതൊരു ഓഗ്മെന്റഡ് റിയാലിറ്റി അല്ലെങ്കിൽ വെർച്വൽ റിയാലിറ്റിയിലേക്ക്. സോ അതിന്റെ ബേസിസ് ആയിട്ടുള്ള ഡിസൈനും അതേപോലെ പല പല ന്യൂ മീഡിയസും ക്രിയേറ്റീവ് മീഡിയസ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. അത് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഒരു എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റും, ആ എക്സ്പീരിയൻസ് എത്രത്തോളം ബെറ്റർ ആക്കാൻ പറ്റും, അതാണ് നമ്മൾ ന്യൂ മീഡിയ ഡിസൈനിൽ പഠിക്കുക. സോ ഡിസൈൻ ആപ്റ്റിറ്റ്യൂഡ്, ഇപ്പോൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിൽ കയറാനായിട്ട് നമ്മൾ എഴുതുന്ന ഡിസൈൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും ജനറൽ കോഴ്സ് സ്ട്രക്ചറിന്റെ ഭാഗത്തായിട്ട് ഞാൻ ഗായത്രിക്ക് മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നു. ഓക്കെ, അപ്പം NID-യിലേക്ക് അഡ്മിഷന് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് പ്രൊസീജിയർ ആണ് NID ഡിസൈൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അല്ലെങ്കിൽ DAT. അപ്പം ഇത് ബേസിക്കലി ഇതിന് ക്വാളിഫിക്കേഷൻ ബാച്ചുലർ ഓഫ് ഡിസൈനിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 12th സ്റ്റാൻഡേർഡ് കംപ്ലീഷൻ ആണ്. ഇപ്പം 12th സ്റ്റാൻഡേർഡ് നിങ്ങൾ പാസ്സായിരിക്കണം. അത് ഏത് സ്ട്രീമിൽ നിന്നായാലും കുഴപ്പമില്ല, യു ജസ്റ്റ് ഹാവ് ടു പാസ് 12th സ്റ്റാൻഡേർഡ്. മാസ്റ്റേഴ്സ് ആണെങ്കിൽ ബാച്ചുലർ ഓഫ് ഒരു മിനിമം ബാച്ചുലർ ഡിഗ്രി വേണം, 4-year കോഴ്സ്. അത് ഏത് സ്പെഷ്യലൈസേഷൻ ആയാലും കുഴപ്പമില്ല. പിന്നെ അല്ലെങ്കിൽ ഒരു 3-year ഡിപ്ലോമ ആവാം, അല്ലെങ്കിൽ ഒരു ഫുൾ ടൈം ഡിപ്ലോമ 4-year കോഴ്സ് ആവാം ഇൻ എനി ഫീൽഡ്. അപ്പോ ഒരു ഇതാണ് ബേസിക് ആയിട്ടുള്ള നിങ്ങൾക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ. പിന്നെ നിങ്ങൾ NID-യുടെ സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള ഏജ് റെസ്ട്രിക്ഷൻസിനെ പറ്റിയിട്ടും സൈറ്റിൽ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. മാസ്റ്റേഴ്സിന്റെ ഏജ് ലിമിറ്റും ബാച്ചുലേഴ്സിന്റെ ഏജ് ലിമിറ്റും ഇന്ന ഇയറിന് മുമ്പ് ഇത്ര മാസത്തിന് മുമ്പ് ജനിച്ചവർ, അത് എല്ലാ വർഷവും അവരത് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങൾ ഇനിയിപ്പോ നെക്സ്റ്റ് 21-22 നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ഉള്ള റിന്യൂഡ് ഗൈഡ് ലൈൻസ് NID-യുടെ സൈറ്റിൽ വരും. സൈറ്റിലുള്ള QR കോഡ് നിങ്ങൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ NID-യുടെ സൈറ്റിലേക്കാണ് പോവുക, nid.edu. ഇതിലാണ് മിക്കവാറും നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ കോഴ്സിനെ പറ്റിയിട്ടും അറിയേണ്ടതായിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും ഈ NID-യുടെ സൈറ്റിൽ അവൈലബിൾ ആണ്. എല്ലാ 4 NID-കൾക്കും ഉള്ള പ്രോസ്പെക്ടസും അവരുടെ ഫീസ് സ്ട്രക്ചറും എല്ലാ ഇൻഫർമേഷനും അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ ജനറൽ കോഴ്സ് സ്ട്രക്ചറിനെ പറ്റിയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ബാച്ചുലർ ഓഫ് ഡിസൈൻ ഒരു 4-year കോഴ്സ് ആണ്. അതിൽ ഫസ്റ്റ് ഇയർ ഒരു ഫൗണ്ടേഷൻ കോഴ്സ് ആണ്. അപ്പം ഇപ്പൊ 100 സ്റ്റുഡൻസ് ആണ് നമ്മൾ വരുന്നെങ്കിൽ 100 സ്റ്റുഡൻസും കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ കോഴ്സ് ആണ് ഫസ്റ്റ് ഇയർ എന്ന് പറയുന്നത്. അതിൽ നമ്മളെ ബേസിക്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഡിസൈനും ബേസിക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ ഡിസൈനും ഡിസൈൻ തിങ്കിങ്, ഡിസൈൻ പ്രോസസ്, ബേസിസ് ഓഫ് ടെക്സ്റ്റൈൽ ഡിസൈൻ, ഇതെല്ലാം നമ്മളെ കുറച്ചായിട്ട് ഒരു ബേസ് ലെവലിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മളെ പഠിപ്പിക്കും. അത് കഴിയുമ്പോൾ ഫസ്റ്റ് ഇയർ ഫൗണ്ടേഷൻ കഴിയുമ്പോൾ കുട്ടികൾക്ക് ഒരു ഐഡിയ വരും ഏത് പെർസ്യൂ ചെയ്യണമെന്ന്. എനിക്കിപ്പോ ഏത് ഡിസിപ്ലിൻ എടുക്കണോ, കമ്മ്യൂണിക്കേഷൻ എടുക്കണോ, ഇൻഡസ്ട്രിയൽ എടുക്കണോ, ടെക്സ്റ്റൈൽ എടുക്കണോ എന്നുള്ളൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ഇയറിൽ നമുക്ക് എല്ലാത്തിനെയും കുറച്ചായിട്ട് പഠിപ്പിക്കുന്നത്. സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പോൾ നമ്മളുടെ മെറിറ്റ് ബേസിസിലും നമ്മളുടെ സീറ്റ് അവൈലബിലിറ്റിയുടെ ബേസിസിലും നമുക്ക് 20 ഇപ്പം വിജയവാഡയിലും ബാക്കിയുള്ള 4 NID-കളിലാണെങ്കിൽ 20 സീറ്റ്സ് വീതം 3 ഡിസിപ്ലിന് 60 സീറ്റ്സ് ആണ് 4 NID-കളുള്ള. NID അഹമ്മദാബാദിൽ മാത്രം 100 സീറ്റ്സ് ആണുള്ളത്. അഹമ്മദാബാദിലാണെങ്കിൽ 5 സീറ്റ്സ് എക്സ്ട്രാ, 5 സീറ്റ്സ് അല്ല, ഇതിലിപ്പോ
ഇൻഡസ്ട്രിയൽ ഡിസൈൻ എന്ന് പറയുമ്പോൾ അതിൽ തന്നെ ഫർണിച്ചർ, പ്രൊഡക്റ്റ് ഡിസൈൻ അങ്ങനെ ഡിവൈഡ് ചെയ്തേക്കുന്ന കാരണം ഓരോ കോഴ്സിന്റെ ഡിമാൻഡ് അനുസരിച്ചാണ് സീറ്റ്സ് ഫിൽഡ് ആവുക. അപ്പം ഇതാണ് സീറ്റ് അവൈലബിലിറ്റി. അപ്പൊ തേർഡ് ഇയറിലും സെക്കൻഡ് ഇയറിലും ഫോർത്ത് ഇയറിന്റെ ഫസ്റ്റ് സെം മൊത്തം 8 സെമിസ്റ്റർ ആണ്. അതില് നമുക്ക് ഇപ്പം 7ാമത്തെ സെമിസ്റ്റർ വരെ നമുക്ക് ഡിസൈൻ സ്പെഷ്യലൈസേഷൻ ആണ്. 8ാമത്തെ സെമിസ്റ്റർ ഒരു ഗ്രാജുവേഷൻ പ്രൊജക്ട് ആണ്. അതിന് മുമ്പ് തേർഡ് ഇയറിലെ 6th സെമിസ്റ്റർ, തേർഡ് ഇയറിലെ ലാസ്റ്റ് സെമിസ്റ്ററിൽ നമുക്കൊരു ഫോറിൻ എക്സ്ചേഞ്ച് പ്രോഗ്രാം ഉണ്ട്. അപ്പം അതില് NID ആണെങ്കിൽ NID ഒരു 50+ ഇന്റർനാഷണൽ കോളേജുകളായിട്ട് MOU ഉണ്ട്, മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. അപ്പോ ആ കോളേജുകളായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. നമ്മുടെ വർക്ക് കണ്ടിട്ട് ഒരു പോർട്ട്ഫോളിയോ അനുസരിച്ച് ദേ വിൽ സെലക്ട് സ്റ്റുഡൻസ് ആൻഡ് നമുക്ക് പുറത്ത് ഒരു കൺട്രിയിലുള്ള ഏതെങ്കിലും ഒരു ഡിസൈൻ കോളേജിൽ നമുക്ക് പോയിട്ട് 6 months നമുക്ക് അവിടെ ഒരു സെമസ്റ്റർ ചെയ്യാം. അതാണ് ഫോറിൻ എക്സ്ചേഞ്ച് പ്രോഗ്രാം. അപ്പോൾ അതിനുള്ള എക്സ്പെൻസുകളെല്ലാം ഫീസ് നമ്മൾ NIDയിലെ ഫീസ് മാത്രം അടച്ചാൽ മതി. ബാക്കിയുള്ള എക്സ്പെൻസസ് എല്ലാം നമ്മൾ തന്നെ മീറ്റ് ചെയ്യണം. അപ്പം പിന്നെ ഉള്ളത് ഫോർത്ത് ഇയറിൽ വരുന്നത് ലാസ്റ്റ് സെമിസ്റ്ററിൽ വരുന്ന ഒരു ഗ്രാജുവേഷൻ പ്രൊജക്ട് ആണ്. നമ്മൾ നേരത്തെ പൂജ പറഞ്ഞ പോലെ തന്നെ അതൊരു എക്സ്റ്റേണൽ ഓർഗനൈസേഷന്റെ അടിയിലോ അല്ലെങ്കിൽ അതൊരു കോർപ്പറേറ്റ് ആവാം, അല്ലെങ്കിൽ ഒരു NGO ആവാം, അല്ലെങ്കിൽ നിങ്ങളെ സ്പോൺസർ ചെയ്യാൻ പറ്റുന്ന ആരുടെയെങ്കിലും കീഴിലാവാം, അല്ലെങ്കിൽ യു ക്യാൻ ഡു ഇറ്റ് സെൽഫ് സ്പോൺസർ ഓൾസോ. നിങ്ങൾക്ക് സ്വന്തമായിട്ട് എക്സ്പെൻസസ് മീറ്റ് ചെയ്ത് നിങ്ങൾക്ക് തന്നെ ഒരു പ്രൊജക്ട് ചെയ്യാവുന്നതാണ്. അതൊരു 6 months ഡ്യൂറേഷൻ, 4 to 6 months ഡ്യൂറേഷൻ ഉള്ള ഒരു ഗ്രാജുവേഷൻ പ്രൊജക്ട് ആണ്. അപ്പോ ഇതാണ് NIDയിലെ ബാച്ചുലർ ഡിസൈനിന്റെ 4 year കോഴ്സ് സ്ട്രക്ചർ. മാസ്റ്റേഴ്സ് ഓഫ് ഡിസൈൻ എന്ന് വരുമ്പോൾ 2 years ആണ് വരുന്നത്. അപ്പം 2 yearsൽ ഫസ്റ്റ് 4 ഡിസൈൻ പ്രൊജക്റ്റുകളായിരിക്കും. അതിലെ ലാസ്റ്റ് സെമിസ്റ്റർ ഓഫ് കോഴ്സ് ഗ്രാജുവേഷൻ പ്രൊജക്ട് പോലെ തന്നെ ആയിരിക്കും. പിന്നെ ഫസ്റ്റ് ഇയറിൽ വരുന്നത് ഫൗണ്ടേഷൻ കോഴ്സ് തന്നെ. നമുക്ക് ബാച്ചുലർ ഡിസൈനിൽ വരുന്ന ഫൗണ്ടേഷൻ കോഴ്സ് പോലെ തന്നെ മാസ്റ്റേഴ്സ് ഓഫ് ഡിസൈനിലും ഒരു ഫൗണ്ടേഷൻ കോഴ്സ് ഉണ്ട്. അതിന്റെ കൂടെ തന്നെ സെക്കൻഡ് സെമിസ്റ്റർ തൊട്ട് നമുക്ക് ഡിസൈൻ സ്പെഷ്യലൈസേഷൻ തുടങ്ങുകയാണ്. ഓരോ സെമിസ്റ്ററിലും നമുക്ക് വരുന്ന ഡിസൈൻ പ്രൊജക്റ്റുകളുണ്ട്. അപ്പോൾ 4 വർഷത്തെ കോഴ്സുകളിൽ നമുക്ക് ഓരോ ഡിസൈൻ പ്രൊജക്റ്റുകൾ ഓരോ സെമിസ്റ്റർ വീതം. മാസ്റ്റേഴ്സ് ഡിസൈനും ഇതേപോലെ തന്നെ ഫൗണ്ടേഷൻ കോഴ്സിലില്ല, ബാക്കിയുള്ള 3 സെമിസ്റ്ററിൽ ഓരോ ഡിസൈൻ പ്രൊജക്റ്റുകളും ഇതുണ്ട്. ഇതിൽ മാസ്റ്റേഴ്സ് ഡിസൈനിലും തേർഡ് സെമിസ്റ്റർ നമുക്കൊരു എക്സ്ചേഞ്ച് പ്രോഗ്രാം ഉണ്ട്. പിന്നെ വരുന്നത് ഇൻഡസ്ട്രിയൽ പ്രൊജക്ട് ആണ് ലാസ്റ്റ് വരുന്ന ഗ്രാജുവേഷൻ പ്രൊജക്ട്. ഇതാണ് ബേസിക് ആയിട്ട് NIDയിൽ വരുന്ന കോഴ്സ് സ്ട്രക്ചറും ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും. ഇത് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. ഓക്കെ, അപ്പോ കോഴ്സ് ഫീ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ബാച്ചുലേഴ്സ് ഓഫ് ഡിസൈൻ ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ 5 NIDകൾക്കും ഓട്ടോണോമസ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ്. അപ്പോൾ അവരുടേതായിട്ടുള്ള ഡിസൈൻ കരിക്കുലം, അവരുടേതായിട്ടുള്ള ഫീ സ്ട്രക്ചർ, അഡ്മിനിസ്ട്രേഷൻ, ഇതെല്ലാം അവർക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഓരോ NIDയിലും ഫീസ് വേരിയേഷൻ ഉണ്ടാവും. ഇപ്പം അഹമ്മദാബാദിലാണെങ്കിൽ ബാച്ചുലർ ഓഫ് ഡിസൈന് അറൌണ്ട് 11 lakhs വരെ ഈ വർഷം അറിഞ്ഞു ഫീസ് ഉണ്ടെന്ന്. ബാക്കി വിജയവാഡ അങ്ങനെ പറഞ്ഞ മാക്സിമം ഒരു 8 lakhs വരെയാണ്. അപ്പോൾ നിങ്ങൾ ഡിസൈൻ ഫീൽഡിലേക്ക് വരുമ്പോൾ ഫീ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഇഫ് യു ഹാവ് ദ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് അല്ലെ, അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ ലോൺ എടുക്കേണ്ടി വരും. അപ്പോൾ ഫീസ് ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് തിങ്. കാരണം നമ്മൾ പറയുമ്പോൾ ഒരു ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അപ്പൊ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആകുമ്പോൾ നമ്മൾ കുറച്ച് ഫീസ് കുറവായിരിക്കും, അങ്ങനെയുള്ളതല്ല. ഡിസൈൻ ഇസ് എൻ എക്സ്പെൻസീവ് എഡ്യൂക്കേഷൻ ഫീൽഡ്. അപ്പം കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ് ഡിസൈൻ വരുന്നത്. അപ്പം മാസ്റ്റേഴ്സിനാണെങ്കിലും തന്നെ 5.79 lakhs തൊട്ട് 7.21 lakhs വരെ എക്സ്പെൻസ് ഉണ്ട്. ദിസ് ഇസ് ജസ്റ്റ് ട്യൂഷൻ ഫീ. ഇതിന്റെ കൂടെ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ഹോസ്റ്റൽ അക്കോമഡേഷൻ, ഫുഡ് എല്ലാം എക്സ്ട്രാ വരും. നിങ്ങളിപ്പം ഡിജിറ്റൽ ആയിട്ടുള്ള ഡിസൈൻ ഡിസിപ്ലിൻ ആണ് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള ക്യാമറ, വേണ്ട ഗാഡ്ജറ്റ്സ്, ലാപ്ടോപ്പ്, ഒരു ഹൈ എൻഡ് ലാപ്ടോപ്പ്, അതിനൊക്കെ വേണ്ടിയുള്ള എക്സ്പെൻസസ് എക്സ്ട്രാ ആണ് ഇതിന്റെ. അപ്പം എപ്പോഴും ഇതൊരു മൈൻഡിൽ ഉണ്ടാവണം നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ്. പിന്നെ പ്രൈവറ്റ് കോളേജസിലേക്ക് വരുമ്പോൾ ഒരു 12 to 15 to 20 lakhs ആയിരിക്കും ഈ വരുന്നതിന്റെ നേരെ കോംപ്ലിമെന്ററി ആയിട്ട് വരുന്നത്. അപ്പം സൈഡിലുള്ള QR കോഡ്സ് സ്കാൻ ചെയ്താൽ നമുക്ക് ബാച്ചുലർ ഓഫ് ഡിസൈനിന്റെ മാസ്റ്റർ ഓഫ് ഡിസൈനിന്റെ അഡ്മിഷൻ ഹാൻഡ് ബുക്സിലേക്കുള്ള ലിങ്ക് ആണ്.
അത് ഇപ്പൊ ഈ പ്രസന്റേഷൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് റെഫർ ചെയ്യാവുന്നതേ ഉള്ളൂ. സീറ്റ്സ് കേസസ് എടുക്കുകയാണെങ്കിൽ 5 NIDSലും കൂടെ കൂടി ബാച്ചുലർ ഓഫ് ഡിസൈന് 300 സീറ്റുകളും മാസ്റ്റേഴ്സ് ഓഫ് ഡിസൈന് 295 സീറ്റ്സ് ആണുള്ളത്. അപ്പം സീറ്റ് റിസർവേഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ജനറലും റിസർവ് കാറ്റഗറി നോക്കുമ്പോൾ 60-40 എന്ന് പറഞ്ഞ പ്രപ്പോർഷൻ ആണ്. അപ്പൊ 40% ജനറൽ സീറ്റ്സും ബാക്കി 60 കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് റിസർവ് സീറ്റ്സ് ആണ്. നിങ്ങൾക്ക് ഇവിടെ ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഇവിടെ കാണാവുന്നതാണ് സൈഡില്. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ് പോവാം. ഓക്കെ, അപ്പൊ നമ്മളുടെ അടുത്ത് കുറെ സ്റ്റുഡൻസ് അല്ലെങ്കിൽ NID ആസ്പിറൻസ് നമ്മളുടെ അടുത്ത് വന്നിട്ട് കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അപ്പൊ അതിൽ കുറെ ഫ്രീക്വന്റ് ആയിട്ട് നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ലിസ്റ്റ് ഡൗൺ ചെയ്തത്. ഇത് കൂടുതലുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇപ്പൊ ഫേസ്ബുക്ക് ലിങ്കിലാണെങ്കിൽ അടിയിൽ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ വി കൻ ഗെറ്റ് ബാക്ക് ടു യു. പക്ഷെ ഇത് കുറച്ച് ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, അത് അഡ്രസ് ചെയ്യണം എന്ന് തോന്നി. ഫസ്റ്റ് വൺ ഇസ് ഡ്രോയിങ് എ നെസസറി സ്കിൽ. എനിക്ക് വരയ്ക്കാൻ കഴിവ് വേണം, അല്ലെങ്കിൽ എനിക്ക് വരയ്ക്കാനുള്ള അഭിരുചി ഉണ്ട് എന്ന്, ഇതൊരു നെസസറി ആയിട്ടുള്ള സ്കില്ലാണ് എനിക്ക് ഡിസൈൻ ഫീൽഡിൽ പെർസ്യൂ ചെയ്യാന്നുള്ളത്. അല്ലെങ്കിൽ എനിക്കിപ്പോ വരയ്ക്കാൻ അത്രയ്ക്ക് കഴിവില്ല, എനിക്ക് ഡിസൈൻ നന്നായി ചെയ്യാൻ പറ്റുമോ? ഇത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഡിസൈനില് ഡ്രോയിങ് എന്ന് പറയുന്നത് ഒരു ടൂള് മാത്രമാണ്. നമ്മളുടെ ഐഡിയ കൺവേ ചെയ്യാൻ പറ്റുന്ന ഒരു ടൂള് മാത്രമാണ് ഡ്രോയിങ്. അപ്പൊ നിങ്ങളിപ്പോ ഡ്രോയിങ് നിങ്ങൾക്ക് വരയ്ക്കാൻ കഴിവുണ്ടെങ്കിൽ ഇറ്റ്സ് എൻ ആഡഡ് അഡ്വാൻറ്റേജ് എന്നേ പറയാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് വരയ്ക്കാൻ കഴിവില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഡിസൈനിൽ നന്നായി ചെയ്യാൻ പറ്റില്ല എന്നില്ല. നിങ്ങൾക്ക് ഇപ്പൊ കമ്പ്യൂട്ടർ മീഡിയം വെച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും 3D മോഡലിംഗ് ആണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പൊ നമ്മളുടെ ബാച്ച്മേറ്റ്സ് ഉണ്ട്, ഇപ്പൊ ഡാൻസിൽ കൂടെ നമ്മളൊരു ഐഡിയ കൺവേ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു മ്യൂസിക്കിൽ കൂടെ ഒരു ഡിസൈൻ ഐഡിയ കൺവേ ചെയ്യുന്നവരുണ്ട്. അപ്പൊ ഇറ്റ് ക്യാൻ ബി എനി മീഡിയം. അതിൽ ഒരു മീഡിയം ആണ് ഡ്രോയിങ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഡ്രോയിങ് സ്കിൽ ഉണ്ടെങ്കിൽ വെൽ ഇറ്റ്സ് എൻ ആഡഡ് അഡ്വാൻറ്റേജ് എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഡ്രോയിങ് ഒരു നെസസറി സ്കിൽ അല്ല. നിങ്ങൾക്ക് NIDയിൽ വന്നിട്ടായാലും നിങ്ങൾക്ക് അത് ഇംപ്രൂവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഫൗണ്ടേഷൻ കോഴ്സിലും ധാരാളം കോഴ്സുകൾ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ഡ്രോയിങ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. സെക്കൻഡ്, ഹൗ ഡു ഐ പ്രിപ്പയർ ഫോർ NID എൻട്രൻസ്? അപ്പം NID എൻട്രൻസിന് അതിന്റെ തേർഡ് ക്വസ്റ്റ്യനും കമ്പൈൻഡ് ആണ്, ഡിസൈൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും. അപ്പോ എല്ലാ വർഷവും ഇതിന്റെ പാറ്റേൺ ഡിഫറെന്റ് ആണ്. ഞങ്ങളൊക്കെ ജോയിൻ ചെയ്യുന്ന സമയത്ത് സാമ്പിൾ പേപ്പേഴ്സ് ഒന്നും കിട്ടാനില്ലായിരുന്നു. നമ്മൾ മുന്നേ NID എഴുതിയ കുട്ടികളുടെ അടുത്ത് അന്വേഷിച്ചിട്ടാണ് എങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പം ഒരു ഐഡിയ ഇല്ലാതെ പോയിട്ടാണ് നമ്മൾ NID എക്സാം എഴുതിയിട്ടുള്ളത്. പക്ഷെ ഇപ്പൊ NIDയുടെ സൈറ്റിൽ തന്നെ പഴയ സാമ്പിൾ പേപ്പേഴ്സ് അവൈലബിൾ ആണ്. അപ്പൊ അതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുന്നത് കുറെ MCQ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, പിന്നെ ഒരു ഡ്രോയിങ് ടെസ്റ്റ് ഉണ്ടാവും. ഫസ്റ്റ് പ്രിലിമിനറി റൗണ്ടിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പൊ MCQ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ അത് എന്ത് വേണമെങ്കിലും ആവാം. ജനറൽ എബിലിറ്റി ടെസ്റ്റ് ആവാം, അല്ലെങ്കിൽ ജനറൽ നോളജ് ആവാം, അതിപ്പോ കറണ്ട് അഫയേഴ്സ് ആവാം. എന്ത് ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും നിങ്ങളുടെ ഒബ്സർവേഷൻ സ്കിൽസ് ആണ്. നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട്, ചുറ്റും നടക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ അവെയർ ആണോ, ഇതൊക്കെയാണ് ബേസിക്കലി കാരണം ഒരു ഡിസൈനർ ആവുമ്പോൾ we should know about what is happening around us. നമ്മൾ NIDയിൽ ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് പഠിപ്പിക്കുന്ന ഡിസൈൻ ഇസ് അബൌട്ട് എംപതി എന്നുള്ളതാണ്. എംപതി എന്ന് പറഞ്ഞാൽ എന്താ? മറ്റൊരാള് ഫീൽ ചെയ്യുന്ന കാര്യം നമ്മൾക്ക് ഫീൽ ചെയ്യാൻ പറ്റിയാലേ അവർക്ക് വേണ്ടിയിട്ട് അവരുടെ പ്രോബ്ലംസ് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അവർക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ അവെയർ ആയില്ലെങ്കിൽ നമുക്ക് അതിനായിട്ടുള്ളൊരു പ്രോബ്ലം സൊല്യൂഷൻ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് അവരുടെ ക്വസ്റ്റ്യൻസ് അതേ രീതിയിലുള്ള നിങ്ങളുടെ ഒബ്സർവേഷൻ സ്കിൽസ് വാല്യൂ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഡിസൈൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ വരിക. സെക്കൻഡ് ലെവൽ വരുന്നത് പ്രിലിമിനറി റൗണ്ട് കഴിഞ്ഞ് ഫിൽട്ടർ ചെയ്യുന്ന സ്റ്റുഡൻസിന് അവരൊരു സ്റ്റുഡിയോ ടെസ്റ്റ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് കുറച്ച് ടാഞ്ചിബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് തരും. അത് വെച്ചിട്ട് നിങ്ങൾക്കൊരു ടോപ്പിക്കും തരും. അത് നിങ്ങൾ എത്ര നന്നായിട്ട് ആ മെറ്റീരിയൽസ് വെച്ചിട്ട് നിങ്ങൾ ആ ടോപ്പിക്ക് നിങ്ങൾ പ്രസന്റ് ചെയ്യുന്നു എന്ന് വെച്ചിട്ടാണ് സെക്കൻഡ് ലെവൽ വരെ. ഇത് കഴിഞ്ഞ് 2 ഫിൽറ്ററിംഗ് പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക. അപ്പൊ ഇതാണ് NID എൻട്രൻസിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് നിങ്ങൾ കൂടുതൽ ഒബ്സർവ് ചെയ്യുക. ഇതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. പിന്നെ is it better to study design as a broad segment during graduation and then specialize on specific areas of my interest for post graduation? ഇപ്പൊ എന്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് 2 കാറ്റഗറി ഓഫ്
ആൾക്കാരെ എടുക്കാം. ജനറലിസ്റ്റുകളും ഉണ്ട്, സ്പെഷ്യലിസ്റ്റുകളും ഉണ്ട്. സ്പെഷ്യലിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാനൊരു ക്യാമറാമാൻ ആണ്, സിനിമയിൽ വർക്ക് ചെയ്യുന്ന ഒരു ക്യാമറാമാൻ ആണ്. എനിക്ക് ക്യാമറ ഹാൻഡിൽ ചെയ്യാൻ മാത്രമേ അറിയുള്ളൂ. എനിക്ക് നന്നായി വീഡിയോ എടുക്കാൻ അറിയാം, എനിക്ക് നന്നായി ഫോട്ടോ എടുക്കാൻ അറിയാം. പക്ഷെ എനിക്ക് ഡയറക്ഷൻ ചെയ്യാൻ അറിയില്ല, എനിക്ക് സ്ക്രിപ്റ്റ് എഴുതാൻ അറിയില്ല. അപ്പം പക്ഷെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ, നമ്മളിപ്പോ ഒരു പാൻഡമിക് സിറ്റുവേഷനിലാണ്. അപ്പൊ നമുക്കിപ്പോ സിനിമ തിയേറ്ററുകളില്ല, ഇപ്പൊ നമുക്ക് സിനിമകൾ വർക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ കുറെ ഏരിയാസ് ഓഫ് ഡിസൈൻ അല്ലെങ്കിൽ മൊത്തത്തിൽ തന്നെ എക്കണോമിയിൽ എല്ലാം ഒരു ഫ്രോസൺ ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. അപ്പൊ നമ്മൾ പുതിയതായിട്ടൊരു ലൈഫ് സ്റ്റൈലിലേക്ക് നമ്മൾ അഡാപ്റ്റ് ചെയ്തു വരികയാണ്. അപ്പൊ നമുക്ക് ഒരു കാര്യം മാത്രം, നേരത്തെ മിഥുൻ പറഞ്ഞു, ഒരു എക്സ്പീരിയൻസ് ഒരു പ്രൊഡക്റ്റ് ഡിസൈനർ ആയിട്ട് മാത്രം നമുക്ക് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് എക്സ്പീരിയൻസ് ഡിസൈനർ ആവണം, നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഡിസൈനർ ആവണം, നമ്മൾ എല്ലാത്തിലും നമുക്ക് ഒരു അറിവ് വേണം. എന്നാലേ നമുക്ക് പല ഏരിയാസ്, ഒരു ഏരിയ ഡൗൺ ആയി പോയാലും മറ്റുള്ള ഏരിയകളിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്ത് നമുക്ക് അതിൽ പെർസ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എപ്പോഴും നമ്മളൊരു ജനറലിസ്റ്റ് ആയിരിക്കണം, മോർ ദാൻ എ സ്പെഷ്യലിസ്റ്റ്. അതാണ് ഫോർത്ത് പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഒരു കാര്യം മാത്രം പഠിക്കാതെ പല പല കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കുക. ആൻഡ് നിങ്ങൾക്ക് ഒരു പ്രത്യേകത, ഒരു ഏരിയ ഓഫ് ഡിസൈനിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ യു ക്യാൻ ഓൾവേസ് ഗോ ഫോർ എ പോസ്റ്റ് ഗ്രാജുവേഷൻ. അത് ഇന്ത്യയിലായാലും അബ്രോഡായാലും നിങ്ങൾക്ക് അതിന് പോകാവുന്നതേ ഉള്ളൂ. പിന്നെ ഇൻഡസ്ട്രിയൽ പ്ലേസ്മെന്റ്, ഹൗ ഡസ് ഇൻഡസ്ട്രിയൽ പ്ലേസ്മെന്റ് ഹാപ്പൻ അറ്റ് NID? അപ്പൊ എല്ലാ NID-കളിലും പ്ലേസ്മെന്റ് സെൽസ് ഉണ്ട്. അത് എല്ലാ വർഷവും ഒരു വീക്ക്, ഒരു പ്ലേസ്മെന്റ് വീക്ക് ആയിട്ട് ഡെഡിക്കേറ്റഡ് ആണ്. അതിൽ നിങ്ങൾക്ക് എക്സ്റ്റേണൽ കമ്പനീസ് വരും, സ്റ്റുഡൻസിനെ റിക്രൂട്ട് ചെയ്യും, ദർ വിൽ ബി ഇന്റർവ്യൂസ്. അപ്പൊ ഇതാണ് ബേസിക് ആയിട്ടുള്ള. അല്ലാതെ നിങ്ങൾക്ക് യു ക്യാൻ ഡു യുവർ ഓൺ ജോബ് സെർച്ച് ഓൾസോ. നിങ്ങൾക്ക് അല്ലാതെ നിങ്ങൾക്ക് റെഫറൻസസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ലിങ്ക്ഡിൻ വഴി നിങ്ങൾക്ക് വേറെ കമ്പനികളിലേക്ക്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമ്പനികളിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ ദിസ് ഇസ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ യു. ഇപ്പൊ പ്ലേസ്മെന്റ് ഉണ്ടായിട്ടും പ്ലേസ്മെന്റിന് ഇരിക്കാതെ സ്വന്തമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന കുട്ടികളുണ്ട്. അപ്പൊ ഇതാണ് ഇൻഡസ്ട്രിയൽ പ്ലേസ്മെന്റ് അറ്റ് NID. ഇതല്ലാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ യു ക്യാൻ ഓൾവേസ് റീച്ച് അപ്പ് ടു either all of us or three of us. We will be happy to guide you through. Gayatri, I think we can explain about a jury system. Jury. Okay. അപ്പം NID-ല് one of the things different from other colleges is നമുക്ക് എക്സാംസ് ഇല്ല, നമുക്ക് റിട്ടേൺ എക്സാമുകളില്ല. നമുക്ക് പ്രസന്റേഷൻ ആണ്, നമുക്കൊരു ജൂറിയാണ്. അതായത് എല്ലാ സെമിസ്റ്റർ കഴിയുമ്പോഴും നമ്മൾ ഈ സെമിസ്റ്ററിൽ ചെയ്ത ബെസ്റ്റ് വർക്കുകൾ അല്ലെങ്കിൽ എല്ലാ വർക്കുകളും നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ ലേണിംഗ് ആണ് ബേസിക് ആയിട്ട് നിങ്ങൾ പ്രസന്റ് ചെയ്യുന്നത്. ഒരു സെമിസ്റ്ററിൽ പല പല കോഴ്സുകളിൽ നിന്ന് നിങ്ങൾ എന്ത് പഠിച്ചു എന്നുള്ളതാണ്. നിങ്ങളൊരു 4 മെമ്പർ അല്ലെങ്കിൽ ഒരു 6 മെമ്പർ ജൂറി പാനൽ ഉണ്ടാവും, എക്സ്റ്റേണൽ ജൂറി മെമ്പേഴ്സ് ഉണ്ടാവും, വേറെ കോളേജിൽ നിന്ന് വരുന്ന പാനൽ ഉണ്ടാവും, അല്ലെങ്കിൽ ഇന്റേണൽ പാനൽ ആയിരിക്കും. ഒരു പാനൽ ഓഫ് ജഡ്ജസിന്റെ മുമ്പിൽ നിങ്ങൾ യു ഹാവ് ടു പ്രസന്റ് യുവർ ലേണിംഗ്. അതിനായിട്ട് ക്രിറ്റിക്കൽ ആയിട്ടുള്ള ഫീഡ്ബാക്ക് ഉണ്ടാവും. അതിനെ നല്ല രീതിയിലുള്ള നമ്മളുടെ ലേണിംഗ് എൻഹാൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കുള്ള ഒരു ഫീഡ്ബാക്ക് സെഷൻ, ഒരു ഗിവ് ആൻഡ് ടേക്ക് ആയിട്ടുള്ള ഒരു സെഷനാണ് ഈ ജൂറി എന്ന് പറയുന്നത്. ഇറ്റ് ഹാപ്പൻസ് അറ്റ് ദ എൻഡ് ഓഫ് എവറി സെമിസ്റ്റർ. അങ്ങനെ ഫൈനൽ ഗ്രാജുവേഷൻ ജൂറിയാണ്. നിങ്ങൾ അതിന് കൂടുതലായിട്ടും എക്സ്റ്റേണൽ ഫാക്കൽറ്റികളായിരിക്കും. കാരണം നമ്മൾ എടുക്കുന്ന ഗ്രാജുവേഷൻ പ്രൊജക്ടുകൾ പല ഏരിയാസിലുള്ളതായിരിക്കും. അപ്പൊ നമ്മുടെ കോളേജിൽ നിന്നുള്ള ആൾക്കാർ ആ ഏരിയയിലെ എക്സ്പേർട്സ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ സ്പെഷ്യലിസ്റ്റിനെ വിളിച്ചിട്ടാണ് നമ്മളെ ജൂറി കണ്ടക്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് ജൂറി സിസ്റ്റം. അപ്പൊ നിങ്ങളുടെ വർക്ക് പ്രസന്റ് ചെയ്യുക, നിങ്ങളെ വർക്ക് നിങ്ങൾ ഡിസ്പ്ലേ ചെയ്യുക, അത് നിങ്ങൾ പ്രസന്റ് ചെയ്യുക എന്നുള്ളൊരു ഓറൽ ആയിട്ടുള്ള ഒരു പ്രസന്റേഷൻ ആണ് ജൂറി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് റിട്ടേൺ ആയിട്ടുള്ള ഒരു എക്സാംസും NID-യിൽ ഇല്ല. അതൊരു ഡിഫറൻഷിയേറ്റിംഗ് ഫാക്ടർ ആണ് ബാക്കി കോളേജസ് വെച്ച് നോക്കുമ്പോൾ. ഓക്കെ, എനിത്തിങ് എൽസ്? നമ്മളെന്തെങ്കിലും ഡിസൈഡ്? So we'll have a Q&A session. ആർക്കെങ്കിലും ഇപ്പോ വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ it can be Anuraj ji and Abhilash ji. You can lead with it. So if you guys are having any doubts, we are happy to try our best. ഓക്കെ, ഇവിടെ ഈ സൂമില് ഓൾറെഡി ശ്രീഹരി ഉണ്ട്. അദ്ദേഹത്തിന് ഡൗട്ട് ഉണ്ട് എന്നാണ് പറഞ്ഞത്. അദ്ദേഹം ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം.
If anyone has any doubt in this Zoom platform. അല്ലെങ്കിൽ വേണമെങ്കിൽ ഈ ചാറ്റിൽ ടൈപ്പ് ചെയ്യാം. We have to take that. So, anyone has any doubt? ഹലോ, മൈ നെയിം ശ്രീഹരി. എൻ്റെ പേര് ശ്രീഹരി എന്നാണ്. അപ്പോൾ എനിക്കൊരു ഡൗട്ട്, എക്സാംസിനെ പറ്റി നല്ലൊരു ഡൗട്ട് തോന്നുന്നു. എക്സാംസിനെ പറ്റിയാണ് ഡൗട്ട്. അതിപ്പോൾ സാധാ റിട്ടേൺ ടൈപ്പ് എക്സാംസ് തന്നെയല്ലേ ഇതിലുണ്ടാവാറും? അതായത് MCQ എന്ന് പറഞ്ഞില്ലേ, പ്രിലിമിനറി, 2 സ്റ്റേജ് ആയിട്ടും. പിന്നെ ഈ ഫസ്റ്റ് എക്സാം കഴിഞ്ഞാൽ ഡിസൈൻ ചെയ്യാൻ അവർ തരും എന്ന് പറഞ്ഞത്, അതെങ്ങനെയാണ് അതിൻ്റെ ക്രൈറ്റീരിയ? ഐറ്റംസ് വന്നിട്ട് ഡിസൈൻ ചെയ്യാൻ പറയും. ഓക്കെ, അപ്പൊ നിങ്ങക്ക് തരുന്ന എന്ത് മെറ്റീരിയൽ വേണമെങ്കിലും ആവാം. നമുക്കിപ്പോ എനിക്കൊക്കെ തന്ന ഡിസൈൻ സ്റ്റുഡിയോ ടെസ്റ്റിൽ തന്ന ഒരു കഷ്ണം പേപ്പറും ഒരു അലൂമിനിയം വയറും പിന്നെ എന്തോ ഒരു ക്ലേ ആയിരുന്നു. ക്ലേ വെച്ചിട്ട് ഒരു 200 ml ഒരു ടീ പോട്ട് ഉണ്ടാക്കണം. അപ്പൊ നമ്മള് 200 ml എന്ന് പറയുമ്പോൾ എത്ര പൊക്കവും എത്ര വണ്ണവും ഉള്ള ഒരു കണ്ടെയ്നർ ആയിരിക്കണം എന്ന് നമുക്കൊരു ഐഡിയ വേണം. അപ്പൊ നമ്മള് ചെറിയ കടയിൽ പോയി നമ്മളൊരു ചെറിയ ഫ്രൂട്ടിയുടെ ഒരു 200 ml ബോട്ടിൽ മേടിച്ചാൽ അതിന് എത്ര പൊക്കമുണ്ട് എത്ര വണ്ണം ഉണ്ടെന്നൊക്കെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ എൻവയൺമെന്റ് ആയിട്ട് അത് നിങ്ങൾ ഇന്ററാക്ട് ചെയ്യുന്ന അത്രയും അറിവ് നിങ്ങൾക്ക് കിട്ടും. അപ്പം അതനുസരിച്ചാണ് നമ്മൾ ഒരു 200 ml ടീപോട്ട് എങ്ങനെ ഉണ്ടാക്കുമെന്ന് നമ്മൾ ആലോചിക്കുന്നത്. അപ്പൊ അതൊരു ക്ലേ വെച്ചിട്ടുള്ളായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞ പേപ്പറും അലുമിനിയം വെച്ച ഫ്ലോ എന്ന് പറഞ്ഞിരുന്ന ഒരു ടോപ്പിക് വന്നത്. അപ്പൊ ഫ്ലോ എന്ന് പറഞ്ഞ ഒഴുക്ക്. അപ്പം ഈ പേപ്പറും അലുമിനിയം വയറും വെച്ചിട്ട് ഹൗ ഡു യു റെപ്രസെന്റ് ഫ്ലോ എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പൊ അത് ആ പേപ്പർ എങ്ങനെയെങ്കിലും വളച്ചിട്ടാവാം, അല്ലെങ്കിൽ ആ വയർ എങ്ങനെയെങ്കിലും വളച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ അതിന്റെ ആ ഫോമാണ് നമുക്കത് കാണുമ്പോൾ ഓക്കെ ഇറ്റ് ഇസ് ഫ്ലോയിങ് എന്നുള്ളത് നമുക്ക് ഫീൽ ചെയ്യണം. അതാണ് ബേസിക്കലി അവർ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവർ തരുന്നത്. ഇതാണ് സ്റ്റുഡിയോ ടെസ്റ്റ് നടക്കുക. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. താങ്ക് യു. സോ അടുത്തൊരു ക്വസ്റ്റ്യൻ കിട്ടിയേക്കുന്നത്, ആർ ദർ കോച്ചിങ് സെന്റേഴ്സ് ഫോർ എൻട്രൻസ്? ഗായത്രി. എൻട്രൻസ് കോച്ചിങ് സെന്റേഴ്സ് ഒരുപാടുണ്ട് ഇപ്പൊ. നമ്മളെ കൊച്ചിയിലാണെങ്കിലും അഹമ്മദാബാദ് ചെന്ന് കഴിഞ്ഞാൽ എന്നടിയുടെ ചുറ്റും കോച്ചിങ് സെന്റേഴ്സ് ആയിരിക്കും. അപ്പം എൻട്രൻസ് കോച്ചിങ് സെന്റേഴ്സ് ഉണ്ട്. അവര് പഴയ പേപ്പേഴ്സ് ഒക്കെ ഡിസ്കസ് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡ്രോയിങ് സ്കിൽസ് നിങ്ങൾ മോശമാണെങ്കിൽ ഡ്രോയിങ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാനുള്ള എക്സസൈസുകൾ ഉണ്ട്. അപ്പോൾ കോച്ചിങ് സെന്റേഴ്സ് ആർ അവൈലബിൾ. അത് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കുറെ കോച്ചിങ് സെന്റേഴ്സ് നമുക്ക് പേരുകൾ കിട്ടും. അങ്ങനെ ഇന്നൊരു ഇത് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ അറിയില്ല. കൂടുതലും പല കോച്ചിങ് സെന്റേഴ്സും ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെ നമുക്ക് നമ്മുടെ ഈ ഡാറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാം. അതേപോലെ തന്നെ ഗായത്രി പറഞ്ഞതും, റാദർ ദാൻ കോച്ചിങ് സെന്റേഴ്സ് ഒരു ആർട്ടിസ്റ്റ് ടീച്ചർ ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് പോയിട്ട് ഇംപ്രൂവ് യുവർ ഡ്രോയിങ് സ്കിൽസ്. അതാണ് എനിക്ക് ആക്ച്വലി ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയത്. ബിക്കോസ് 12ാം ക്ലാസ് കഴിഞ്ഞ് ഞാൻ വരയ്ക്കുമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തന്നെ സംശയമുണ്ട്. അത് ഇപ്പോ വെച്ച് ഞാൻ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അത് വരയേ ആയിരുന്നില്ല. അപ്പോൾ എന്റെ സ്കില്ല് അത്രയ്ക്കും ബാക്കിലായിരുന്നു ബിഫോർ ഐ ജോയിൻഡ്. സോ ഈ ഒരു ആൾക്കാരോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഈ എക്സാമിൽ വരയും ഇത്തിരി ഇമ്പോർട്ടന്റ് ആണ്, ജസ്റ്റ് ഫോർ ദി എക്സാം ബേസിസ് ഓഫ് ഇറ്റ്. സോ ഞാൻ ആക്ച്വലി എൻ്റെ അടുത്തുള്ളൊരു സാർ ഉണ്ടായിരുന്നു. സാറിന്റെ അടുത്ത് പോയിട്ട് വരയാ പഠിച്ചത്, ഡിസൈൻ ആയിരുന്നില്ല. എങ്ങനെ വരയ്ക്കാം, എങ്ങനെയൊക്കെ റെപ്രസെന്റ് ചെയ്യാം, എന്റെ മനസ്സിൽ തോന്നുന്ന എങ്ങനെയൊക്കെ എനിക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും, അത് ആ ഒരു ലേണിംഗ് ആയിരുന്നു. റാദർ ഐ ഫെൽറ്റ്
ഈ ഡിസൈൻ കോച്ചിങ് സെന്റേഴ്സിൽ പോവുകയാണെങ്കിൽ അവർ നമുക്കൊരു ഐഡിയ തരും എങ്ങനെയൊക്കെ ആയിരിക്കും ഈ ഫുൾ ഒരു ഓവറോൾ ഐഡിയ ഓഫ് ഓൾ ദി സെലക്ഷൻ പ്രൊസീജിയേഴ്സ്. ഇപ്പോ ശ്രീഹരി പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്റ്റുഡിയോ ടെസ്റ്റ് എന്ന് പറയും. അവിടെയാണ് നമുക്ക് മെറ്റീരിയൽസ് തന്നിട്ട് ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റും തരും, അതായത് വാട്ട് ഡു ദേ വാണ്ട് ഔട്ട് ഓഫ് ഇറ്റ്. സോ അതായിരിക്കും ക്വസ്റ്റ്യൻ. ദ മെറ്റീരിയൽ is the tool that you have to represent the idea to the solution at the end. അപ്പോ ക്ലേ മോഡലിംഗ് പഠിക്കുന്നത് നന്നായിരിക്കും. അതേപോലെ തന്നെ ഞാൻ ഒരു ക്ലേ ഫാക്ടറിയുടെ അവിടെ പോയിട്ട് അത് കണ്ട് അത് ക്ലേ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്ന് അവിടെ നിന്നാണ് പഠിച്ചത്, rather than going to a design coaching center, which helped me a lot. അപ്പോ അങ്ങനത്തെ രീതിയിൽ പ്രിപ്പയർ ചെയ്യണമായിരിക്കും നല്ലത്. നമ്മൾ തന്നെ മനസ്സിലാക്കുക നമ്മൾ ഏതൊക്കെ ഏരിയാസിലായിരിക്കും നമ്മൾ ബാക്ക്വേർഡ്, ലൈക്ക് ഓർ യു വിഷ് ടു ഇംപ്രൂവ്. സംടൈംസ് ഡ്രോയിങ്ങിലും നന്നായിരിക്കും, മറ്റേലും നന്നായിരിക്കും, പക്ഷേ യു നീഡ് ടു ഒബ്സർവ് എ ലോട്ട് അറൌണ്ട് യു. ബിക്കോസ് ചില ക്വസ്റ്റ്യൻസിന്റെ ആൻസർ വളരെ സിമ്പിൾ ആയിരിക്കാം, പക്ഷെ നമ്മൾ യു ടേക്ക് എ ലോട്ട് ഓഫ് തിങ്സ് ഫോർ ഗ്രാൻഡഡ് ദാറ്റ് യു സീ അറൌണ്ട്, റൈറ്റ്? ഇപ്പോ ഞാൻ പറഞ്ഞ ഒരു ബോൾ പോയിന്റ് പെന്നിന്റെ പിറകിൽ ഇത്രയും കഥകളുണ്ട് എന്നുള്ളൊരു കാര്യം തന്നെ ചിലപ്പോൾ പലർക്കും അറിയില്ലായിരിക്കാം. അപ്പോ അതേപോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഒബ്സർവ് ചെയ്യാൻ തുടങ്ങുക. ബിക്കോസ് ദാറ്റ് വിൽ ക്രിയേറ്റ് എ ലോട്ട് ഓഫ് ഡിഫറൻസ് അറ്റ് ദി എൻഡ്. എസ്പെഷ്യലി ഈവൻ എക്സാമിന് പോലും അല്ല, അത് പാസ്സായി NIDയിൽ കയറി കഴിഞ്ഞാൽ തന്നെ പല പ്രൊജക്റ്റും ചെയ്യാനായിട്ട് ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ആൻഡ് സയൻസിനെ കുറിച്ച് നോളജ് ഉണ്ടാവുക, ലൈക്ക് ട്രൈ ടു ലേൺ എവറിത്തിങ്. whatever you see around, whatever interests you, try to learn that. അതായിരിക്കും ഞാൻ പറയുക. Hope I've answered the question. So do NIDs have courses related to photography? Gayatri? ഓക്കെ, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ബാച്ചിലേഴ്സ് ഓഫ് ഡിസൈനിൽ വരുമ്പോൾ നമുക്ക് ഫിലിം ആൻഡ് വീഡിയോയില് ഇപ്പൊ NID അഹമ്മദാബാദിലാണെങ്കിൽ ഫിലിം ആൻഡ് വീഡിയോയിൽ ഫോട്ടോഗ്രാഫി കോഴ്സസ് ഉണ്ട്. ഇപ്പൊ ബാക്കി വിജയവാഡ പോലുള്ള കമ്മ്യൂണിക്കേഷൻ ഡിസൈനും ഫോട്ടോഗ്രാഫി സിനിമാറ്റോഗ്രാഫി കോഴ്സുകളുണ്ട്. ഫോട്ടോഗ്രാഫി കോഴ്സ് ഉണ്ട്, അതിന്റെ തന്നെ ജനറൽ കോഴ്സ് ഉണ്ട്, അഡ്വാൻസ് കോഴ്സും ഉണ്ട്. അപ്പോൾ ഇൻഡസ്ട്രിയിലുള്ള പ്രൊഫഷണൽസ് വന്നിട്ടാണ് നമ്മളെ പഠിപ്പിക്കുക. ഇത് എങ്ങനെ ലൈറ്റ് ചെയ്യണം, എങ്ങനെ സെറ്റ് ചെയ്യണം. അപ്പം എല്ലാ എക്യുപ്മെന്റ്സ് എല്ലാം ഇപ്പൊ അവൈലബിൾ ആണ് കോളേജിൽ തന്നെ. നമുക്കൊരു ഒരു പ്രൊഫഷണൽ ക്യാമറ ഇല്ലെങ്കിലും കോളേജിൽ തന്നെ അവൈലബിൾ ആണ് ഗാഡ്ജറ്റ്സ് എല്ലാം. അപ്പം ഫോട്ടോഗ്രാഫി റിലേറ്റഡ് ബാച്ചിലേഴ്സിൽ വരുന്ന കോഴ്സുകളാണ് ഇപ്പൊ കമ്മ്യൂണിക്കേഷൻ ഡിസൈനും, പിന്നെ അഹമ്മദാബാദിലാണെങ്കിൽ ഇപ്പോൾ ഫിലിം ആൻഡ് വീഡിയോ കോഴ്സാണുള്ളത്. ഇപ്പൊ മാസ്റ്റേഴ്സ് എടുക്കുകയാണെങ്കിൽ ഫോട്ടോഗ്രാഫി ഡിസൈൻ എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു ഡെഡിക്കേറ്റഡ് മാസ്റ്റേഴ്സ് കോഴ്സ് ഉണ്ട്. അതിൽ നിങ്ങൾ എല്ലാ ടൈപ്പ് ഫോട്ടോഗ്രാഫികളും പഠിപ്പിക്കും. ഹൗ ടു ഡെവലപ്പ് എ ഫിലിം വരെയുള്ള കാര്യങ്ങൾ. ഫിലിമൊക്കെ ഔട്ടായി ഇപ്പോഴും, ബട്ട് സ്റ്റിൽ നിങ്ങളെ ആ ട്രഡീഷണൽ ആയിട്ടുള്ള മീഡിയംസും അനലോഗ് ക്യാമറാസ് വെച്ചിട്ടാണെങ്കിൽ എല്ലാം ഇറ്റ് കവേഴ്സ് എവറിത്തിങ്. ഇതാണ് NIDയിലുള്ള. അതെ, ഈ ഹലോ, ഞാൻ ശ്രീഹരിനാണ്. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ ഡിസൈനിങ്ങും പ്രോഡക്റ്റ് ഡിസൈനിങ് ഈ രണ്ടെണ്ണത്തിനെ പറ്റി കൂടി ഒന്ന് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇതിനെ പറ്റിയിട്ടാണ് കമ്മ്യൂണിക്കേഷൻ ഡിസൈനിങ്ങും പിന്നെ ഈ പ്രോഡക്റ്റ് ഡിസൈനിങ് രണ്ടെണ്ണത്തിനെ പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റും? ഹലോ. ഹലോ. ഞാൻ ബേസിക്കലി ഡിഫറൻസ് പറഞ്ഞുതരാം. അതായത് ഒരു പ്രൊഡക്റ്റ് ഡിസൈൻ നമുക്ക് ഇത്തിരി ബ്രോഡായിട്ട് പറയാം. ഇൻഡസ്ട്രിയൽ ഡിസൈൻ എടുക്കാം. ഇൻഡസ്ട്രിയൽ ഡിസൈൻ ഇസ് എനിത്തിങ് ദാറ്റ് ഗോസ് ഇൻ ടു എ മാനുഫാക്ചറിങ് സെക്ടർ. അതായത് ഏതൊരു പ്രൊഡക്റ്റ് മാസ് മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ പിറകിൽ പോകുന്ന ഡിസൈനാണ് ഇൻഡസ്ട്രിയൽ ഡിസൈൻ. സോ വി ലുക്ക് ഇൻ ടു ഇതെങ്ങനെ ഉപയോഗകരമാക്കാം. ഇത് ഇപ്പൊ ഒരു പേന തന്നെയാണെങ്കിൽ ഇതെങ്ങനെ ഉപയോഗകരമാക്കാം, ആൻഡ് ഇതിന്റെ ടെക്നോളജി എത്രത്തോളം നല്ല രീതിയിൽ നമുക്ക് യൂസേഴ്സിന്റെ അടുത്ത് കൊണ്ടുവരാൻ പറ്റും. ഓൾസോ മാനുഫാക്ചറിന്റെ സൈഡിൽ ഈ ഒരു പേന ഉണ്ടാക്കിക്കൊണ്ട് തന്നെ ഇതിന്റെ എല്ലാ ഫങ്ഷണാലിറ്റി ഇൻടാക്ട് വെച്ചോണ്ട്
ഇതിനെ എത്രത്തോളം കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇതിന്റെ സോ ഈ ഡിസിഷൻ നമ്മൾ എടുക്കുന്നത്, ഇത് ഒരു ഡിസൈൻ നമ്മൾ വരയ്ക്കുമ്പോൾ ഈ ഡിസിഷൻ നമ്മൾ എടുക്കുന്നത് ഈ കോഴ്സസ്, അതായത് ഈ 3 വർഷം നമ്മൾ ഇൻഡസ്ട്രിയൽ ഡിസൈനിൽ നമുക്ക് കിട്ടുന്ന കോഴ്സസ് റിലേറ്റഡ് ആയിരിക്കും. സോ ഇറ്റ് ഹെൽപ്സ് us to take this decision at the end. സോ പ്രൊഡക്റ്റ് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേജർലി പ്രൊഡക്റ്റ് റിലേറ്റഡ് ആണ്. ഇപ്പോൾ നമ്മുടെ ചുറ്റും എന്ത് നോക്കിയാലും ഇറ്റ്സ് എ പ്രൊഡക്റ്റ്, റൈറ്റ്? ഒരു വാട്ടർ ബോട്ടിൽ തൊട്ട് ഒരു മൊബൈൽ ഫോൺ അല്ലെങ്കിൽ വാച്ച് അല്ലെങ്കിൽ ഒരു ടേബിൾ ലാമ്പ്, ലാപ്ടോപ്പ്, ഇതെല്ലാം പ്രൊഡക്റ്റ് ആണ്. ഈ പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യുന്ന മേഖലയാണ് പ്രൊഡക്റ്റ് ഡിസൈൻ. ആൻഡ് ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്തുകൊണ്ട് യൂസറിന് എത്ര ബെറ്റർ എക്സ്പീരിയൻസ് കൊണ്ടുവരാൻ പറ്റും, അതായിരിക്കും ഒരു ഗുഡ് പ്രൊഡക്റ്റ് ഡിസൈനിന്റെ എൻഡ് ഗോൾ. സോ കമ്മ്യൂണിക്കേഷൻ ഡിസൈൻ എന്ന് പറയുമ്പോൾ ഐ തിങ്ക് ഗായത്രി യു ക്യാൻ എക്സ്പ്ലെയിൻ ദ പാർട്ട് ഓഫ് ഇറ്റ്. കമ്മ്യൂണിക്കേഷൻ ഡിസൈൻ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മളൊരു ഗ്രാഫിക് ഇമേജസ് വെച്ചിട്ട് അല്ലെങ്കിൽ വിഷ്വൽ അസറ്റ്സ് വെച്ചിട്ട് നമ്മളൊരു മീനിങ് കൺവേ ചെയ്യാം, ഒരു ഐഡിയ നമ്മൾ കൺവേ ചെയ്യാണ്, സോ ദാറ്റ് ഇറ്റ് മേക്സ് സെൻസ്. നമ്മളിപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഇപ്പം ഞാൻ വർക്ക് ചെയ്തത്, ഞാനൊരു പ്രൊജക്ട് പറയാം. അപ്പൊ ഞാൻ വർക്ക് ചെയ്തത് സദേൺ രാജസ്ഥാനിലെ ഒരു റൂറൽ ഏരിയയിലാണ്. അവിടെ ആൾക്കാർ എന്ന് പറയുന്നത് സെമി ലിറ്ററേറ്റ് ആയിട്ട് അല്ലെങ്കിൽ നോൺ ലിറ്ററേറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവർക്ക് എഴുതാൻ അറിയില്ല, വായിക്കാൻ അറിയില്ല. അങ്ങനെയുള്ള ഒരു ഓഡിയൻസ് ആണ് മുന്നിലുള്ളത്. അപ്പം അവർക്ക് ഞാനൊരു വേർഡ് എഴുതി അവരെ കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് അത് വായിക്കാൻ അറിയില്ല, അതിന്റെ അർത്ഥം എന്താണെന്ന് അവർക്കറിയില്ല. പക്ഷെ ഞാനൊരു കിണറിന്റെ പടം എടുക്കാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും അവർക്ക് അറിയാവുന്ന, അവർ മുന്നേ കണ്ടിട്ടുള്ള ഒരു ഇമേജ് എടുത്തിട്ട് ഞാൻ അവരെ കാണിക്കുകയാണെങ്കിൽ ദേ വിൽ റീകോൾ ഇറ്റ്. അവരത് മുന്നേ അവർ കണ്ടിട്ടുണ്ട്, എന്താ സാധനം എന്ന് അവർക്ക് മനസ്സിലാവും. അത് പോസിബിൾ ആവുന്നത് ഒരു ഇമേജ് ഉള്ളത് കൊണ്ടാണ്. നമ്മളിപ്പോ ഒരു കാര്യം കേട്ടാലും നമ്മൾ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത് മറന്നു പോകും. പക്ഷെ നമ്മളൊരു കാര്യം കാണുമ്പോൾ അത് മെമ്മറിയിൽ കൂടുതലായിട്ട് അത് പെർസിസ്റ്റ് ചെയ്യും. അപ്പം നമ്മൾ എപ്പോഴും വിഷ്വൽസിന് അങ്ങനെ ഒരു പവർ ഉണ്ട്. നമ്മൾ കണ്ട സിനിമകൾ നമ്മൾ മറക്കാറില്ല, നമ്മൾ ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമകൾ നമ്മൾ മറക്കാറില്ല, കാരണം ബിക്കോസ് വി ഹാവ് സീൻ ഇറ്റ്. അപ്പം നമ്മൾ ഐഡിയാസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് കമ്മ്യൂണിക്കേഷൻ ഡിസൈൻ അല്ലെങ്കിൽ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ഡിസൈൻ. അപ്പം നമ്മള് ഇപ്പം ഞാൻ ക്ലിയർ ആണെന്ന് തോന്നുന്നു. ഇപ്പം നമ്മളിപ്പോ പല ഏരിയാസ് ഉണ്ട്. ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ ഗ്രാഫിക് ഡിസൈൻ ഉണ്ട്. അപ്പൊ ഗ്രാഫിക് ഡിസൈനിൽ വരുന്ന ഏരിയാസ് ആണ് ഇപ്പൊ നിങ്ങൾ യൂസ് ചെയ്യുന്ന ആപ്പ് ആയാലും ആപ്പിന്റെ ഇന്റർഫേസ്, അതിന്റെ ലേഔട്ട്, എല്ലാ കാര്യങ്ങളും ഇതെല്ലാം ഗ്രാഫിക് ഡിസൈനിൽ വരുന്നതാണ്. ഒരു പുസ്തകം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ കവർ, അതിന്റെ പബ്ലിക്കേഷൻ ഡിസൈൻ, അതെല്ലാം ഗ്രാഫിക് ഡിസൈനിൽ വരുന്നതാണ്. അതിലെ ഇലസ്ട്രേഷൻസ്, ഇതെല്ലാം ഗ്രാഫിക് ഡിസൈൻ ആണ്. പിന്നെ വരുന്ന മോഷൻ ഗ്രാഫിക്സ് അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ്സ് നോക്കുകയാണെങ്കിൽ അതെല്ലാം ആരെങ്കിലും ഷൂട്ട് ചെയ്ത് ഒരു ഐഡിയ, ഒരു കോൺസെപ്റ്റ് ഉണ്ടാവും, ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാവും. ആ സ്ക്രിപ്റ്റ് അനുസരിച്ച് ഒരു സ്റ്റോറി ബോർഡ് ചെയ്ത് ആ സ്റ്റോറി ബോർഡിൽ നിന്ന് അത് നമ്മൾ ലൈവായിട്ട് അത് ഷൂട്ട് ചെയ്ത് ഇന്ന രീതിയിൽ അത് ലൈറ്റ് ചെയ്ത്, ആ ഫ്രെയിം ലൈറ്റ് ചെയ്ത് അത് ഷൂട്ട് ചെയ്ത് അത് എഡിറ്റ് ചെയ്താണ് ലാസ്റ്റ് നിങ്ങളുടെ മുമ്പിൽ ഒരു അഡ്വർടൈസ്മെന്റ് ആയിട്ട് നിങ്ങൾ ടിവിയിലോ യൂട്യൂബിലോ ഒക്കെ കാണുന്നത്. അപ്പം ഇതെല്ലാം കമ്മ്യൂണിക്കേഷൻ ആണ്. നമ്മളിപ്പോ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു കമ്പനി, നിങ്ങൾക്ക് ഒരു കമ്പനി ഉണ്ട്, നിങ്ങൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സർവീസ് ചെയ്യുന്ന കമ്പനിയാണ്. ബട്ട് നിങ്ങളുടെ കമ്പനിയെ പറ്റി ആരും അറിയുന്നില്ല, നിങ്ങളുടെ കമ്പനി പോപ്പുലർ അല്ല, കാരണം നിങ്ങൾക്കൊരു ഐഡന്റിറ്റി ഇല്ല. അപ്പോൾ ഐഡന്റിറ്റി ഡിസൈൻ ഇസ് വൺ ഓഫ് ദ മേജർ ഏരിയാസ് ഇൻ കമ്മ്യൂണിക്കേഷൻ ഡിസൈൻ. നിങ്ങൾക്ക് ഒരു ലോഗോ അല്ലെങ്കിൽ വാട്ട് യുവർ ലോഗോ റെപ്രസെന്റ്സ്, അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനിയുടെ ബ്രാൻഡ് പ്രിൻസിപ്പിൾസ് എന്താണ്, നിങ്ങളുടെ കമ്പനിയുടെ ബ്രാൻഡ് സ്റ്റോറി എന്താണ്, ഇതെല്ലാം കമ്മ്യൂണിക്കേഷൻ ഡിസൈനിൽ ഒരു ഐഡന്റിറ്റി ഡിസൈൻ എന്ന് പറഞ്ഞൊരു ഫീൽഡിൽ വരുന്നതാണ്. അപ്പോൾ ബേസിക്കലി സ്റ്റോറി ടെല്ലിംഗ് ആണ് കമ്മ്യൂണിക്കേഷനിൽ വരിക. ആൻഡ് ഐഡിയാസ് ഓഫ് കോഴ്സ്. ക്ലിയർ ആണോ പറഞ്ഞത്? ക്ലിയർ ആണ്. ഞാനിപ്പോ ഡെസ്കിൽ നോക്കിയപ്പോ ഒരു എക്സാമ്പിൾ കണ്ടെത്തിയ, അതായത് ഇപ്പോ ഇത് ഒരു പ്രൊഡക്റ്റ് ആണ്, ഇതിന്റെ അകത്തൊരു ക്ലിയർ ലിക്വിഡ് ഉണ്ട്. ഓക്കെ, ഇത് എന്താണ് എന്ന് എനിക്കറിയില്ല, ഇതിലെന്താണെന്ന് എനിക്കറിയില്ല. ഹെയർ ഓയിൽ ആവാം അല്ലെ, ഇത് സാനിറ്റൈസർ ആവാം, ഇത് എന്താ പറയാ സാധാ വെള്ളം ആവാം, പക്ഷെ നമുക്കൊരു ഐഡിയ ഇല്ല. സോ ദിസ് ഇസ് എ പ്രൊഡക്റ്റ് അറ്റ് ദി എൻഡ്. ഈ ഒരു കാനിസ്റ്റർ കാണുവാണെങ്കിൽ, സോ ആൻഡ് ദിസ്
is the visual communication part of it. ഇതൊരു സാനിറ്റൈസർ ആണ്. It kills 99% of the germs. So ഇപ്പോ ഈ പ്രൊഡക്റ്റ് സക്സസ്ഫുൾ ആയത് ഈ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എലമെന്റ് ഈ പ്രൊഡക്റ്റിൽ ഉള്ള കാരണം. So that makes the whole product. Okay. So സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിയൽ ലൈഫ് സിനാരിയോയിൽ ഇത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണാൻ പറ്റില്ല. ഫോർ എവറി പ്രൊഡക്റ്റ് ദർ ഇസ് എ പാർട്ട് ഓഫ് ഇൻഡസ്ട്രിയൽ ഡിസൈൻ ദാറ്റ് ഇസ് ഗോയിങ് ഇൻ ടു ഇറ്റ്. ഇതിന്റെ അടപ്പ് എങ്ങനെ ആയിരിക്കണം, എന്താ വെച്ച് കഴിഞ്ഞാൽ വീണ് കഴിഞ്ഞാൽ സുഖമായിട്ട് അടയ്ക്കാൻ പറ്റണം, സുഖമായിട്ട് തുറക്കാൻ പറ്റണം. പിന്നെ ഈ അടപ്പ് തന്നെ മേജർ ആയിട്ട് സ്ക്രൂ ആയിട്ട് ഉള്ള അടപ്പാണ്. സ്റ്റാൻഡേർഡ് സൈസ് ആയിരിക്കണം. ബിക്കോസ് ഇപ്പൊ നോക്കുവാണെങ്കിൽ മേജർ ആയിട്ട് സ്ക്രൂ ആയിട്ട് നമ്മൾ കൊക്കോകോള ബോട്ടിലോ പെപ്സി ബോട്ടിലിന്റെ അടപ്പെടുത്ത് കൊക്കോള ബോട്ടിലും അടയ്ക്കാൻ പറ്റും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിക്കോസ് ദർ ഇസ് എ സ്റ്റാൻഡർഡൈസേഷൻ. ഈ സ്റ്റാൻഡർഡൈസേഷൻ പഠിക്കുന്നതും ഇത് എത്ര ml വേണ്ടിയാണ്, ഗായത്രി പറഞ്ഞ പോലെ ഇത് എത്ര ml വേണ്ടിയാണ്, അതിനുള്ള സൈസ് നമ്മൾ ഡിസൈൻ ചെയ്യണതും ഇതൊക്കെ പാർട്ട് ഓഫ് ഇറ്റ്. പക്ഷെ അറ്റ് ദി എൻഡ് മാർക്കറ്റ് ചെയ്യുമ്പോൾ നമ്മളിത് എന്താണ്, ഇത് എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, ഇത് എത്രത്തോളം എഫക്റ്റീവ് ആണ് എന്നൊരു യൂസറിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് വിഷ്വൽ കമ്മ്യൂണിക്കേഷനിലൂടെ നമ്മൾ ചെയ്യുന്നത്. തിങ്ക് ദാറ്റ് ക്യാൻ ആൻസർ മെനി ക്വസ്റ്റ്യൻസ്. Yeah. What are the 5 core skills required for becoming a NID graduate? അത് മനസ്സിലായില്ല ആക്ച്വലി ക്വസ്റ്റ്യൻ. NID ഗ്രാജുവേറ്റ് ആവുമ്പോൾ നമുക്ക് കിട്ടുന്ന 5 കോർ സ്കിൽസ് ആണോ അതോ NIDയിൽ ജോയിൻ ചെയ്യാനായിട്ട് നമുക്ക് വേണ്ട 5 കോർ സ്കിൽസ് ആണോ? എനിക്ക് അത് ഡൗട്ട് ഉണ്ട്, മനസ്സിലായില്ല അത്. ക്യാൻ യു അഭിലാഷ്, ക്യാൻ യു എക്സ്പ്ലെയിൻ ദാറ്റ്? അച്ഛാ, either way, fine. So NIDയിൽ കയറാനായിട്ട് I would suggest you should just have interest. If you have good interest to create design, or if you actually have good interest to solve user problems that are there in the world, then you are fit for design. Okay. അതിന് ഇപ്പൊ ഗായത്രി പറഞ്ഞ പോലെ തന്നെ സ്കിൽസ് വേണം എന്ന് പറഞ്ഞാൽ ഒരു ബേസിക് സ്കിൽ ഉണ്ടെങ്കിൽ ഏത് സ്കില്ലും നമുക്ക് ഈ ഫൗണ്ടേഷൻ കോഴ്സ്, ദാറ്റ് 1 year program that you have, you can build that skill into a different new level. So എന്റെ ഇൻട്രസ്റ്റ് ഇപ്പൊ എനിക്ക് പോലും, ഞാൻ ഡ്രോയിങ്ങിൽ വളരെ പുറകോട്ടായിരുന്നു ഈവൻ അറ്റ് ദ ഫസ്റ്റ് ഇയർ. എനിക്ക് ഇൻഡസ്ട്രിയൽ ഡിസൈനോട് ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇനി ഞാൻ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുമെന്ന് ഞാൻ ആലോചിക്കുമ്പോൾ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈനിനോട് ഭയങ്കര താല്പര്യമായിരുന്നു. ആൻഡ് ദാറ്റ് ബിക്കെയിം മൈ മീഡിയം ഓഫ് റെപ്രസെന്റേഷൻ. എങ്ങനെ എനിക്ക് എന്റെ ഐഡിയ റെപ്രസെന്റ് ചെയ്യാം, അത് ഐ ചോസ് എ മീഡിയം ഫോർ മൈസെൽഫ് ആൻഡ് ഇറ്റ് വാസ് ആക്സെപ്റ്റഡ്. നോ വൺ ടെൽസ് യു നീഡ് ടു ഡ്രോ and show your designs. There are skill courses where you need to draw because it improves your skill. അല്ലാതെ ഒരു ജൂറിയുടെ മുമ്പിൽ പോവുകയാണെങ്കിൽ they will just see what you visualized. How are you trying to represent that to them? So interest ഉണ്ടെങ്കിൽ ബാക്കിയൊന്നും ഒരു ഹിൻഡറൻസ് ആവൂല. ആ ഇൻട്രസ്റ്റിന് വേണ്ടി നമുക്ക് വേണ്ടി വരുന്ന ഏത് സ്കില്ലാണെങ്കിലും നമുക്ക് സ്വന്തമായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കാറുണ്ട്, ഇപ്പോഴും വിശ്വസിക്കുന്നു. NIDന്ന് പാസ് ഔട്ട് ആയി കഴിഞ്ഞാൽ ഏതൊക്കെ രീതിയിലുള്ള ബേസിക് സ്കില്ലാണ് നമുക്ക് കിട്ടുക, അത് ഞാൻ ജസ്റ്റ് നോട്ട് ഡൗൺ ചെയ്യായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ എംപതി. അതായത് എന്താണ് യൂസറിന്റെ പ്രോബ്ലം, നമ്മുടെ യൂസറിന്റെ പ്രോബ്ലം എന്താണ്, അത് ചിലപ്പോൾ അവർക്ക് പോലും പറയാൻ പറ്റില്ല ബിക്കോസ് ദേ ആർ യൂസ് ടു ഇറ്റ്. അത് ക്രിട്ടിക്കലി അനലൈസ് ചെയ്ത് അവരുടെ പ്രോബ്ലം എന്താണ്, ഇത് അവരുടെ ലൈഫ് എങ്ങനെ നമുക്ക് ബെറ്റർ ആക്കാൻ പറ്റും, ആ ചിന്ത വരണമെങ്കിൽ യു ഷുഡ് ഹാവ് ദ സെൻസ് ഓഫ് എംപതി. അപ്പോ ലൈക്ക് സ്റ്റാൻഡിങ് ഇൻ ദെയർ ഷൂസ് ആൻഡ് തിങ്കിങ് നമ്മൾ പറയുന്നത് ബേസിക്കലി ഇറ്റ്സ് ഫ്രേസ് ഫോർ എംപതി. അത് ബിൽഡപ്പ് ചെയ്യണം. അത് ഈവൻ ഇൻ ദിസ് 4 years of design education, each and every course basically makes you build up the sense of empathy. ആൻഡ് ഓൾസോ ഇപ്പോ എംപതി എന്ന് പറഞ്ഞാൽ നമുക്ക് റിസർച്ച് പാർട്ട് ഓഫ് ദ ഡിസൈനിലാണ് വേണ്ടത്. ഇനി നമ്മൾ ഐഡിയേഷൻ പാർട്ട് ഓഫ് ദ ഡിസൈനിൽ വരുമ്പോൾ, അതായത് ഇനി നമുക്ക് സൊല്യൂഷൻ ഉണ്ടാക്കണം. ആ സൊല്യൂഷൻ ഉണ്ടാക്കണം വി നീഡ് ക്രിട്ടിക്കൽ തിങ്കിങ്. ഈ സൊല്യൂഷൻ എത്രത്തോളം ഇഫക്റ്റീവ് ആയിട്ട് നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റും, അതായത് ഇതായിരിക്കോ ഇതിന്റെ ബെസ്റ്റ് സൊല്യൂഷൻ പോസിബിൾ, അതോ വേറെ എന്തെങ്കിലും ആണോ ബെസ്റ്റ് സൊല്യൂഷൻ പോസിബിൾ. ഇൻഡസ്ട്രിയൽ ഡിസൈനായ ഞാൻ പലപ്പോഴും വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ സൊല്യൂഷൻസ് പറയുമായിരുന്നു ബിക്കോസ് ഐ ഫെൽറ്റ്
that fits this problem the best. So അത് ആ ഡിസിഷൻ എടുക്കാൻ കൂടെ ഉള്ള ഓപ്പൺ മൈൻഡഡ്നെസ് ഉണ്ടാവണം. And that is where you need to know all of it. Is not just industrial design or visual communication. പിന്നെ representation techniques. അത് ഏതൊരു ഫീൽഡിലായാലും നമ്മുടെ ഐഡിയ റെപ്രസെന്റ് ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ ഒരു ഗുഡ് ടൂൾ ഉണ്ടാവണം, ഗുഡ് മീഡിയം ഉണ്ടാവണം. ഡ്രോയിങ് ആയാലും കമ്പ്യൂട്ടർ ക്യാഡ് ആയാലും സ്കൾപ്റ്റിംഗ് ആയാലും അല്ലെങ്കിൽ ഡാൻസ് ഓർ ആർട്ട്. സോ ദർ ആർ ഡിഫറെന്റ് വേസ് ഓഫ് റെപ്രസെന്റിങ് യുവർ ഐഡിയ ടു ദ ജനറൽ പബ്ലിക്. അത് ഏത് ടൂൾ ആയാലും അതിൽ നന്നാവുക അതായിരിക്കും. സോ ഐ വുഡ് സേ ഗുഡ് റെപ്രസെന്റേഷൻ സ്കിൽസ്, critical thinking, empathy, and always be open to new information. Because അവിടെയാണ് ഡിസൈൻ എന്ന് പറയുന്നത്. ഡിസൈൻ is an iterative process. Design is never made in a go. Design is evolved to a better design. A good design always evolves into a better design. അത്രേ ഉള്ളൂ. ആ ഇവല്യൂഷന് വേണ്ടത് ആൾക്കാരുടെ ഒപ്പീനിയൻ കേൾക്കുക, അതിൽ നമുക്ക് ഇനി എന്തൊക്കെ ചെയ്യാൻ പറ്റും ടു ബെറ്റർ ദിസ്. So being open to new information or new things, and the ability to take criticism is another thing. You might think designing something, when you design a product, നമ്മൾ പലപ്പോഴും എൻ്റെ ഇൻഡസ്ട്രിയൽ ഡിസൈൻ സ്റ്റുഡിയോയിൽ ഞാൻ എന്തെങ്കിലും ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് മൈ ബേബി. ആ ബേബിയെ കുറ്റം പറയണ ആരും എനിക്ക് ഇഷ്ടമല്ല എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ. അപ്പോ അത് then you won't grow. ആ ഒരു ചിന്താഗതി മനസ്സിലുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ വളരില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഡിസൈൻ ഒരിക്കലും അത് കഴിഞ്ഞ് പോവില്ല. ദാറ്റ് ഈസ് യുവർ ഫൈനൽ ഡിസൈൻ. ലൈക്ക് ഇറ്റ് കനോട്ട് ഇവോൾവ്. അത് ഈ ഇവോൾവ് ആവണമെങ്കിൽ നമുക്ക് we should be open to criticisms. Let it be from our friends, let it be from anyone. I have got the best ideas from people who don't know anything about design. So that was the experience that I felt. So summarizing that, empathy, critical thinking, good representation techniques, and being open to information, and being open to criticism. These would be the 5 core values that I have learned, at least in my experience learning design. I'm still learning design, and also in my company that I work in, I could perform better with these skills. I think I'm delivering better results by keeping these in mind. Hope I answered that. ഓക്കെ, ഐ തിങ്ക് എല്ലാ ക്വസ്റ്റ്യൻസും ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. സോ വളരെ വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു, ആദ്യം തന്നെ പറയട്ടെ. സോ ഇത് കൺക്ലൂഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി ഞാൻ ശ്രീ അലീന അനിലിനെ ക്ഷണിക്കുകയാണ്. അലീന പ്ലീസ്. ഡിസൈനിങ് മേഖലയിലെ സാധ്യതകളെ കുറിച്ച് വളരെ വിപുലമായ ഒരു ക്ലാസ്, അതുപോലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനെ പറ്റിയും അവിടുത്തെ വിവിധ കാര്യങ്ങളെ പറ്റിയും വലിയൊരു അവതരണമായിരുന്നു ഈ സെക്ഷൻ എടുത്തു തന്ന. ഈ സെക്ഷൻ കൊണ്ട് നമുക്ക് എല്ലാവർക്കും വളരെയധികം അറിവ് പകർന്നു തന്നു എന്ന് കരുതുന്നു. ഈ ഒരു സെക്ഷൻ എടുക്കാൻ ക്ഷണിച്ചപ്പോൾ തന്നെ വളരെയധികം സന്തോഷത്തോടു കൂടി ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച ശ്രീ മിഥുൻ കൃഷ്ണകുമാർ, പൂജ ജയൻ, അതുപോലെ തന്നെ ശ്രീ ഗായത്രി അറ്റൂർ എന്നിവർക്ക് എന്റെയും നിങ്ങളുടെയും ഇൻസൈഡ് അക്കാഡമിക് ഫോമിന്റെയും പേരിലുള്ള ഹൃദയത്തിൽ നിന്നുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. അതുപോലെ ഇതിലേക്ക് ശ്രോതാക്കളും കാഴ്ചക്കാരുമായി എത്തിയ നിങ്ങൾ എല്ലാവർക്കും വളരെയധികം സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. ഇനി വരും ആഴ്ചകളിലും പരിപാടികൾക്കും ഏവരുടെ സാന്നിധ്യം ഞങ്ങൾ ആഗ്രഹിക്കുന്നു, ക്ഷണിക്കുന്നു. നന്ദി. Okay, thank you guys. Thank you. I again actually take this opportunity to thank Abhilash, who reached out to us. Actually അത് ഞാൻ ഗായത്രിയുടെ അടുത്തും എൻ്റെ ഫ്രണ്ട്സ്, ഇവിടെയുള്ള ഫ്രണ്ട്സിന്റെ അടുത്തും എല്ലാവരും പറയണ്ടായിരുന്നു, ഇങ്ങനത്തെ ഒരു ഫോറം നമ്മൾ 12ാം ക്ലാസ്സിൽ എങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ it would have been a great help for us. പല കാര്യങ്ങളും നമ്മൾ പല ആൾക്കാരുടെയും കോണ്ടാക്ട് എങ്ങനെയൊക്കെയോ കണ്ടുപിടിച്ച് അവരുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കി എന്നൊരു ഐഡിയ ഉണ്ടാക്കിയത്.
പക്ഷെ അപ്പോ ഇങ്ങനത്തെ ഒരു ഐഡിയ, ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം തന്നതിന് thank you Abhilash ji, Anandu, Raj ji, like you guys were always there, and I really wish from all of our side all the best for this platform and the the interest that you are showing as a group to reach out to the public and actually give knowledge at the end. And I really respect that, and it's a great thing to be a part of. Again, thank you all, thank you everyone for being part of this. Okay, pleasure you. is ours. Thank you.